നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫോറൻസിക് സയൻസിന്റെ ഫസ്റ്റ് മൊഡ്യൂളിൽ കുറച്ച് പാർട്സ് ആണ്. ഫോറൻസിക് സയൻസിന്റെ ഡെഫിനേഷൻ എന്താണ്, ഫോറൻസിക് സയൻസിന്റെ ഹിസ്റ്ററി, ഡെവലപ്മെന്റ്, എന്തൊക്കെയാണ് എത്തിക്സ് ആയിട്ട് വരുന്നത്, കോർട്ട് ആൻഡ് അതിന്റെ ടൈപ്സ്, ആൻഡ് ഫോറൻസിക് സയൻസിൽ കോർട്ടിന്റെ ഫോറൻസിക് സയൻസ് എക്സ്പേർട്ടിന് കോർട്ടിൽ എന്തൊക്കെ റൂൾസ് ആണുള്ളത്, ആൻഡ് ജൂറിസ്ട്രിക്ഷൻ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. ഫോറൻസിക് സയൻസ് എന്ന് വെച്ചാൽ ഫോറൻസിക് സയൻസിന്റെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഫോറൻസിക് സയൻസിന്റെ ഡെഫിനിഷനിലേക്ക് കിടക്കുകയാണെങ്കിൽ എന്താണ് ഫോറൻസിക് സയൻസ് എന്ന് വെച്ചാൽ, ഫോറൻസിക് സയൻസ് എന്ന് പറയുന്നത് എല്ലാ സയൻസ് സബ്ജക്റ്റുകളുടെയും ഒരു അപ്ലിക്കേഷൻ, എല്ലാ സയൻസ് സബ്ജക്റ്റുകളുടെയും പ്രിൻസിപ്പിൾസും ടെക്നോളജിയുടെയും ഒരു അപ്ലിക്കേഷൻ ആണ് നമ്മൾ എവിടെ കാണുന്നത്, ഫോറൻസിക് സയൻസിൽ കാണുന്നത്. അപ്പോൾ ഈ സയൻസ് നമ്മുടെ എല്ലാ സയൻസ് ഫീൽഡുകളും, കെമിസ്ട്രി ആയിക്കോട്ടെ, ഫിസിക്സ്, അതേപോലെ കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, ടോക്സിക്കോളജി, ഒഡന്റോളജി, ആന്ത്രപ്പോളജി തുടങ്ങിയ നിരവധി സയൻസ് ഫീൽഡുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിലെ പ്രിൻസിപ്പിൾസും കാര്യങ്ങളും നമ്മൾ ഒരു ക്രൈം സോൾവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. അതാണ് എന്തെന്ന് പറയുന്നത്, ഫോറൻസിക് സയൻസിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. സിംപിളി നമുക്ക് ഇങ്ങനെ പറയാം, എന്താണ് ഫോറൻസിക് സയൻസ് എന്ന് ചോദിച്ചാൽ, വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ഫോറൻസിക് സയൻസ്? ഫോറൻസിക് സയൻസ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് സയന്റിഫിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നോളജി ടു സോൾവ് എ ക്രൈം. ഒരു ക്രൈം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സയന്റിഫിക് പ്രിൻസിപ്പിൾസിനെയും ടെക്നോളജീസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഫോറൻസിക് സയൻസ് എന്ന് പറയുന്നത്. അതൊരു അപ്ലിക്കേഷനാണ്. സയൻസും അതിന്റെ ടെക്നിക്കും ഒക്കെ നമ്മൾ എവിടെ അപ്ലൈ ചെയ്യുന്ന, ഒരു ക്രൈം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഫോറൻസിക് സയൻസ് എന്ന് പറയുന്നത്. ഫോറൻസിക് സയൻസ് എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള ഫോറൻസിസ് എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ്. ഫോറൻസിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓഫ് ദ ഫോറം എന്നാണ്. ഓഫ് ദ ഫോറം എന്താണ് ഓഫ് ദ ഫോറം എന്നുകൊണ്ട് റിലേറ്റ് ചെയ്യുന്നത്? ഒരു പബ്ലിക് പ്ലേസ് ടു ഡിബേറ്റ്, ഒരു ഡിബേറ്റ് നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പബ്ലിക് പ്ലേസ്, അല്ലെങ്കിൽ നമുക്കൊരു കോർട്ട് ഓഫ് ലോ എന്നും പറയാം, അല്ലെ? വെച്ചാൽ കോർട്ട് ഓഫ് ലോ, അതായത് നമ്മൾ അവിടെ ഒരു സൊല്യൂഷൻ കാണുന്നു. ഒരു ഡിബേറ്റ് നടത്തുമ്പോഴായാലും നമുക്ക് അവിടെ ഡിബേറ്റിന് അവസാനം ഒരു സൊല്യൂഷൻ കിട്ടും. അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫോറൻസിക് എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള ഫോറൻസിസ് എന്നിൽ നിന്നാണ്. ഓഫ് ദ ഫോറം എന്നാണ് അതുകൊണ്ട് റിലേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു പബ്ലിക് ഡിബേറ്റ് ഓർ ദ കോർട്ട് ഓഫ് ലോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ എന്തൊക്കെ പ്രൈമറി ഗോൾസ് ആണ് ഇതിൽ വരുന്നത്? പ്രൈമറി ഗോൾസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ, എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ഒരു എക്സ്പേർട്ട് ചെയ്യുന്നത്. ഒരു എക്സ്പേർട്ട് എന്ന് പറയുന്നത്, ഫോറൻസിക് എക്സ്പേർട്ട് എന്ന് പറയുന്നത്, ഒരു ക്രൈം സീനിൽ എത്തിക്കഴിഞ്ഞാൽ ആ ഫോറൻസിക് എക്സ്പേർട്ടുകൾ ആ ക്രൈം സീനെ ആദ്യം സെക്യൂർ ചെയ്ത് അതിന് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സെർച്ചിങ് മെത്തേഡ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ആ സെർച്ചിങ് മെത്തേഡൊക്കെ വെച്ച് അവരെന്ത് ചെയ്യുന്നു, സെർച്ച് ചെയ്ത് എവിഡൻസ് കണ്ടുപിടിച്ച് ആ എവിഡൻസിനെ പ്രോപ്പർലി പാക്ക് ചെയ്ത്, കണ്ടാമിനേഷൻ ഒന്നും കൂടാതെ പാക്ക് ചെയ്ത് പ്രിസർവ് ചെയ്തിട്ടായിരിക്കും അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് അയക്കുന്നത്. ഫോറൻസിക് ഓഫീസിൽ എത്തിയിട്ട് കഴിഞ്ഞിട്ടായിരിക്കും അതാത് ഡിപ്പാർട്ട്മെന്റ് ഓരോന്നും, ഇപ്പൊ കെമിക്കൽ എന്തെങ്കിലും സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ അത് കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിലായിരിക്കും ഡീൽ ചെയ്യുന്നത്. അങ്ങനെ ഓരോന്നും ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കായിരിക്കും ഇതിനെ കൊടുക്കുന്നത്. ഈ ഒരു എന്താ പറയാ, നമ്മുടെ കോർട്ട് സിസ്റ്റത്തിന്റെയും നമ്മുടെ സയൻസ് ഒക്കെ ഇതിന്റെയും ഇടയിലുള്ള ഒരു ബ്രിഡ്ജിങ് പോയിന്റ് ആണ് ഫോറൻസിക് സയൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു ക്രൈം നടന്നു, അതിനെ സോൾവ് ചെയ്യാൻ നമുക്ക് സയൻസ് ഉണ്ട് എന്നുകൊണ്ട് കാര്യമില്ല, സയൻസ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫോറൻസിക് സയൻസ് എന്ന് പറയുന്ന ഒരു ഫീൽഡ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. സോ ഇപ്പൊ നമുക്ക് എന്താ പറയാം, ഡെഫിനിഷൻ എന്ന് വെച്ചാൽ എന്താണ്, ഇറ്റ് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് scientific principles and techniques to solve the crimes and resolve the legal issues. And forensic എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്ന എവിടെ നിന്നാണ്, ഫോറൻസിസിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ദെൻ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫോറൻസിക് സയൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അതായത് ഫോറൻസിക് സയൻസിന്റെ ഫീൽഡ് എന്ന് പറയുന്നത് വളരെ വൈഡ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. ക്രിമിനലിസ്റ്റിക്സ്, ഫോറൻസിക് കെമിസ്ട്രി, ഫോറൻസിക് ബയോളജി, ഫോറൻസിക് ടോക്സിക്കോളജി, ഫോറൻസിക് ഒഡന്റോളജി, ബാലിസ്റ്റിക്സ്, ഫോറൻസിക് ഫിസിക്സ്, ക്വസ്റ്റനൈസ്ഡ് ഡോക്യുമെന്റ്സ്, ഫോറൻസിക് ആന്ത്രപ്പോളജി, ഡിജിറ്റൽ ഫോറൻസിക് സയൻസ്. ഇത് കുറച്ച് ഫീൽഡാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ കൂടുതൽ ഫീൽഡുകൾ ഫോറൻസിക് സയൻസിന്റെ അണ്ടറിൽ വരുന്നുണ്ട്. ഇതിൽ ക്രിമിനലിസ്റ്റിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ ഒരു സൈക്കോളജി റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ്. അതായത് ഒരു ക്രൈം സോൾവ് ചെയ്യാനായിട്ട്, ഇപ്പൊ ഒരു വിക്ടിം ആയിക്കോട്ടെ, സസ്പെക്ട് ആയിക്കോട്ടെ, ആരായാലും ശരി, നമ്മൾ എന്ത് ചെയ്യുന്നു, ക്രിമിനലിസ്റ്റിക്സ് ഓഫീസേഴ്സ് വന്നു കഴിഞ്ഞാൽ അവർ സൈക്കോളജി പരമായിട്ടായിരിക്കും അവിടെ ഡീൽ ചെയ്യുന്നത്. അവരുടെ ബിഹേവിയർ നോക്കി, അല്ലെങ്കിൽ അവരുടെ ഒരു ഐ പോയിന്റ് എവിടേക്കാണ് പോകുന്നത്, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ആയിരിക്കും അവരൊരു ഫൈനൽ ഡിസിഷനിലേക്ക് എത്തുന്നത്. ഈ ക്രിമിനലിസ്റ്റിക്സ് എന്ന് പറയുന്നതിൽ ധാരാളം തിയറീസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്.
ദെൻ ഫോറൻസിക് കെമിസ്ട്രി, ഒരു കെമിക്കൽ റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ കേസുകളും ഡീൽ ചെയ്യുന്നത് ഫോറൻസിക് കെമിസ്ട്രി ആയിരിക്കും. ഫോറൻസിക് ബയോളജി പരമായിട്ടുള്ള ഇപ്പോൾ സെമൻ, സലൈവ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത് ഫോറൻസിക് ബയോളജിയാണ്. ഫോറൻസിക് ടോക്സിക്കോളജി, ടോക്സിക് സബ്സ്റ്റൻസ്, പോയിസൺ ആയിട്ടുള്ള ഏതൊരു സബ്സ്റ്റൻസിന്റെയും ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത് ഫോറൻസിക് ടോക്സിക്കോളജി ഡിപ്പാർട്ട്മെന്റിലാണ്. ഫോറൻസിക് ഒഡന്റോളജിയിൽ വരുന്നത് ടീത്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വരുന്നത്. അതായത് നമുക്കൊരു ടീത്ത് കിട്ടി കഴിഞ്ഞാൽ അത് ആ ടീത്ത് വെച്ചിട്ട് നമുക്ക് ഏജ് ഡിറ്റർമിനേഷൻ നടത്താം, അതേമാതിരി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ഒരു ബൈറ്റ് മാർക്ക് വന്നു കഴിഞ്ഞാൽ ആ ബൈറ്റ് മാർക്ക് എത്ര ഡെപ്ത് ഉണ്ട് അതൊക്കെ ഡീൽ ചെയ്യുന്നത് ഫോറൻസിക് ഒഡന്റോളജി ഡിപ്പാർട്ട്മെന്റിലാണ്. ദെൻ ഫോറൻസിക് ബാലിസ്റ്റിക്സിൽ വരുന്നത് ഗൺസ് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാനാണ് ഫോറൻസിക് ബാലിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നത്. ബാലിസ്റ്റിക്സ് എന്ന് പറയുന്നതിൽ നമ്മളിപ്പോൾ ഒരു ഗൺ ഷോട്ട് ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ കെമിക്കൽ റെസിഡ്യൂ വെച്ചിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം ഏത് ബുള്ളറ്റ് ആണ് പോയത്, ഏത് ഗണ്ണാണത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്ത് വരുന്നത് ബാലിസ്റ്റിക്സിലാണ്. ഫോറൻസിക് ഫിസിക്സ് റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ വരുന്നത് ഫോറൻസിക് ഫിസിക്സിലാണ്. ദെൻ ക്വസ്റ്റനൈസ് ഡോക്യുമെന്റ്സ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഡോക്യുമെന്റ് ഫോർജറി ഒക്കെ നടക്കുന്ന കേസിൽ ഇപ്പൊ സൈൻ തന്നെ നമ്മുടെ സൈൻ വേറൊരാൾ ഇട്ടു എന്ന് വിചാരിക്കാം, അതൊരു ഫോർജറി ആണ് അല്ലെ. അപ്പൊ ആ സൈൻ നമുക്ക് എക്സാമിൻ ചെയ്യാനായിട്ട് ഈ ക്വസ്റ്റനൈസ് ഡോക്യുമെന്റ് ഡിപ്പാർട്ട്മെന്റിലാണ്. ഇപ്പോൾ സൈൻ മാത്രമല്ല എല്ലാത്തരം ഡോക്യുമെന്റ്സും ഫോർജറി ഒക്കെ നടന്നു കഴിഞ്ഞാൽ ഡീൽ ചെയ്യുന്നത് ക്വസ്റ്റനൈസ് ഡോക്യുമെന്റ്സ് ഡിപ്പാർട്ട്മെന്റിലാണ്. ആൻഡ് ദെൻ ഫോറൻസിക് ആന്ത്രപ്പോളജി. എന്താണ് ഫോറൻസിക് ആന്ത്രപ്പോളജിയിൽ വരുന്നത്? അതായത് ഒരു സ്കള് കിട്ടിയെന്ന് വിചാരിക്കാം, ഒരു സ്കെലിട്ടൻ കിട്ടിയെന്ന് വിചാരിക്കാം. ആ സ്കെലിട്ടൻ കിട്ടിക്കഴിഞ്ഞാൽ ആ സ്കെലിറ്റനിൽ നിന്ന് നമുക്ക് അതിന്റെ ഏജ് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അത് ഫീമെയിൽ ആണോ മെയിൽ ആണോ, എത്ര വർഷം പഴക്കമുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ നിന്ന് എസ്റ്റിമേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പൊ മോഡേൺ ടെക്നോളജി വെച്ചിട്ട് നമുക്ക് എയിൽ അത് ഒരു സ്കള് കിട്ടി കഴിഞ്ഞാൽ അത് ഏത് രൂപത്തിലായിരുന്നു എന്നൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള ടെക്നിക്സ് ഉണ്ട്. ദെൻ ഡിജിറ്റൽ ഫോറൻസിക് സയൻസിൽ മെയിൻലി ഡീൽ ചെയ്യുന്നത് ഓൺലൈൻ ഫോർജറീസും കാര്യങ്ങളൊക്കെയാണ് അതിൽ ഡീൽ ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് ഹിസ്റ്ററി ഓഫ് ഫോറൻസിക് സയൻസ്. നമ്മൾ ഫോറൻസിക് സയൻസിന്റെ ഹിസ്റ്ററി കിടക്കുമ്പോൾ കുറച്ചൊരു തിയറട്ടിക്കൽ ആയിട്ടുള്ള പോർഷൻ ആണ്. ജസ്റ്റ് ഒരു കഥ കേൾക്കുന്ന പോലെ കേട്ടിരിക്കാം. ഫോറൻസിക് സയൻസിലെ നമുക്ക് ഹിസ്റ്ററി പറയുമ്പോൾ ഒരു 4 ഘട്ടമായിട്ടാണ് ഹിസ്റ്ററി നമുക്ക് പറയാൻ പറ്റുക. ദ ഏർലി ഇയേഴ്സ്, ദ 90s, ദ 80s, ദ 19th and 20th century and the 21st century. അങ്ങനെ ഒരു 4 കാലഘട്ടങ്ങളിലായിട്ടാണ് നമുക്ക് ഫോറൻസിക് സയൻസിന്റെ ഹിസ്റ്ററി നമുക്ക് പറയാൻ പറ്റുന്നത്. ഇതില് ദ ഏർലി ഇയേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏർലി ഇയേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ഏർലി ഇയേഴ്സ് നമുക്ക് അത്ര വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. നമുക്ക് 18th ഇയേഴ്സ് തൊട്ടാണ് പഠിക്കാനായിട്ട് ഇമ്പോർട്ടൻ്റ് ഉള്ളത്. 18th സെഞ്ചുറി, 19th and 2020 ഈ മൂന്ന് കാലഘട്ടമാണ് കൂടുതലും ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. ഏർലി ഇയേഴ്സ് അത്ര വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. ഏർലി ഇയറിൽ പറയുന്നത് ചൈനീസുകാര് ഫിംഗർ പ്രിന്റ്സ് ഒക്കെ കണ്ടുപിടിക്കാനായിട്ട്, അതായത് ചൈനീസുകാര് അവര് അന്നത്തെ കാലത്ത് ഏർലി ഇയേഴ്സിലാണ് ഒരു AD 700 കാലഘട്ടത്തിലൊക്കെയാണ് പറയുന്നത്. ആ കാലഘട്ടത്തിൽ അവർ ഫിംഗർ പ്രിന്റ് അവരെന്ത് ചെയ്തു, ഫിംഗർ പ്രിന്റ് ഒക്കെ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ട്, അതായത് അന്നത്തെ ക്രൈംസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരു ഏർലി ഇയേഴ്സിൽ അപ്പോൾ ഒരു 700 കാലഘട്ടത്തിലാണ് പറയുന്നത്. ചൈനീസുകാർ എന്താണെന്ന് വെച്ചാൽ ഫിംഗർ പ്രിന്റ്സിന്റെ ഒക്കെ ഒരു എക്സ്റ്റാബ്ലിഷ്മെന്റിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു, ഡോക്യുമെന്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ക്ലേ സ്കൾപ്ചർ ഒക്കെ ചെയ്തു വെക്കാൻ തുടങ്ങി. അതായത് ഫിംഗർ പ്രിന്റ് അവർക്ക് ഡോക്യുമെന്റ് ചെയ്യണം. ചൈനീസുകാർ എന്താ വെച്ചാൽ ഫിംഗർ പ്രിന്റ് ഡോക്യുമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു, ക്ലേ സ്കൾപ്ചേഴ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് സൂക്ഷിച്ചു വെക്കാൻ തുടങ്ങി. അങ്ങനെയാണ് അവര് ഏർലി ഇയേഴ്സിൽ ഡോക്യുമെന്റ് ചെയ്തിരുന്നത്. ഐഡന്റിഫൈ ചെയ്യാനാണ്, ക്രൈം ചെയ്തവരെ ഐഡന്റിഫൈ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു, ഒരു ഫിംഗർ പ്രിന്റ്സ് ഒക്കെ ഒരു ക്ലേ സ്കൾപ്ചർ രൂപത്തിൽ എടുത്തു വെക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഒരു ഹിസ് ഡ്യുവാൻ യു എന്ന് പറയുന്ന ഒരു ബുക്ക് അവര് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ചൈനീസുകാർ തന്നെയാണ്. അതിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ദ ഡ്രൗണിങ് ആൻഡ് ദ സ്ട്രയാങ്കുലേഷൻ ആണ്. ഡ്രൗണിങ്ങും സ്ട്രയാങ്കുലേഷനും തമ്മിലൊരു ഡിസ്റ്റിങ്ഷൻ ആണ് ഹിസ് ഡ്യുവാൻ യു എന്ന് പറയുന്ന ചൈനീസ് ബുക്കിൽ പറയുന്നത്. ഈ ബുക്കാണ് ആദ്യമായിട്ട് ഒരു it is the first recorded application of medical knowledge to solve a crime. അതായത് നമ്മളൊരു ക്രൈം സോൾവ് ചെയ്യാനുള്ള ആദ്യത്തെ ഒരു മെഡിക്കൽ ബുക്കായിട്ട് കൺസിഡർ ചെയ്യുന്നത് ഹിസ് ഡ്യുവാൻ എന്ന് പറയുന്ന
ചൈനീസുകാരുടെ ബുക്കാണ്. അതിനുശേഷം ഒരു 1784 ഒക്കെ ആയപ്പോഴേക്കും അവരെന്ത് ചെയ്തു, ഫിസിക്കൽ എവിഡൻസ് വെച്ചിട്ട്, ഒരു ക്രൈം സീനിൽ നിന്ന് കിട്ടുന്ന ഒരു ഫിസിക്കൽ എവിഡൻസ് വെച്ചിട്ട് അത് മാച്ച് ചെയ്തിട്ട് ക്രൈംസ് ഒക്കെ സോൾവ് ചെയ്യാനായിട്ട് തുടങ്ങി. ദെൻ നമ്മളൊരു 18th സെഞ്ചുറിയിലേക്കാണ് നമ്മൾ പോകുന്നത്. നെക്സ്റ്റ് 18th സെഞ്ചുറിയിൽ മെയിൻ ആയിട്ട് നോക്കുന്ന കുറച്ച് സയന്റിസ്റ്റുകളുണ്ട്, അവരുടെ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് വൺ ഈസ് സർ ആർത്തർ കൊനാൻ ഡോയിൽ. ആർത്തർ കൊനാൻ ഡോയിൽ അദ്ദേഹമാണ് എന്ത് പ്രപ്പോസ് ചെയ്തത്, ഒരു ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന ഒരു 18th സെഞ്ചുറിയിലേക്ക് പറയുമ്പോൾ ഡെവലപ്പ് ചെയ്ത് വരുന്നുള്ളൂ, സയൻസ് ഫീൽഡൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നു. ആ സമയത്ത് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് വരുന്നത് സർ ആർത്തർ കൊനാൻ ഡോളെയാണ്. അദ്ദേഹം കൊണ്ടുവന്നത് ഒരു ഫ്രിക്ഷണൽ ക്യാരക്ടറെയാണ്, ഷെർലക് ഹോംസ് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഷെർലക് ഹോംസിനാണ് അദ്ദേഹം കൊണ്ടുവരുന്നത്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ക്യാരക്ടറായിട്ട് കൊണ്ടുവന്നതാണ് ഷെർലക് ഹോംസ്. അപ്പോൾ സർ ആർത്തർ കൊനാൻ ഡോളിയാണ് ഷെർലക് ഹോംസ് എന്ന് പറയുന്ന ഫ്രിക്ഷണൽ ക്യാരക്ടറിനെ കൊണ്ടുവരുന്നത്. ആ ഒരു കാലഘട്ടത്തിലാണ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന ഒരു ടേം തന്നെ ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയത്. ദെൻ ഹെൻറി ഗൊഡാർഡ് എന്താ വെച്ചാൽ അദ്ദേഹമാണ് ബുള്ളറ്റിനെ കമ്പയർ ചെയ്യാൻ തുടങ്ങി. സ്ട്രയേഷൻ മാർക്ക് വെച്ചിട്ട് ബുള്ളറ്റിനെ കമ്പയർ ചെയ്യാൻ തുടങ്ങി. സ്ട്രയേഷൻ മാർക്ക് എന്ന് പറയുന്നത് ഈ ഗൺസിന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു തരം മാർക്കാണ്. അത് ഓരോ ഗൺസിനും ഡിഫറെന്റ് ടൈപ്പ് ആയിരിക്കും. അത് വെച്ചിട്ട് ബുള്ളറ്റിന് കമ്പയറേഷൻ ചെയ്യാനൊക്കെ തുടങ്ങിയത് ഹെൻറി ഗൊഡാർഡ്. ഓരോ ബുള്ളറ്റ്സിനും ഓരോ സ്ട്രയേഷൻ മാർക്ക് ആയിരിക്കും. അത് വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ തുടങ്ങിയത് ഹെൻറി ഗൊഡാർഡ്. ആൻഡ് ദെൻ അൽഫോൺസ് ബ്രിട്ടലോൺ അദ്ദേഹമാണ് എന്ത് ഡെവലപ്പ് ചെയ്തത്, ആന്ത്രോപോമെട്രി ഡെവലപ്പ് ചെയ്തു. ആന്ത്രോപോമെട്രി എന്ന് വെച്ചാൽ ഒരു ക്രൈം നടന്നു, ആ ക്രൈമിൽ ആ ഒരു സസ്പെക്റ്റിനെ എന്ത് ചെയ്തു, നമുക്ക് അല്ലെങ്കിൽ ആ ഒരു ക്രിമിനലിനെ നമുക്ക് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കണം. ആ ക്രിമിനലിന്റെ ഡാറ്റാസ് നമുക്ക് റെക്കോർഡ് ചെയ്യണം. അതിനുവേണ്ടി അദ്ദേഹം അൽഫോൺസ് ബ്രിട്ടലൻ ചെയ്ത ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് ഡോക്യുമെന്റ് ആയിട്ട് എടുത്തു വെക്കാം. അങ്ങനെയായിരുന്നു അന്നത്തെ കാലത്ത് അവർ ചെയ്തിരുന്നത്. അതിനെയാണ് ആന്ത്രോപോമെട്രി എന്ന് പറയുന്നത്. ബോഡി ഫോട്ടോഗ്രാഫി മീൻസ് അവരുടെ ബോഡി മെഷർമെന്റ്സ്. ഫോട്ടോഗ്രാഫി ഒക്കെ പിന്നീടാണ് ഡെവലപ്പ് ചെയ്തത്. ബോഡി മെഷർമെന്റ്സ് എടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. എന്താണ്, ഇപ്പോൾ ബ്ലാക്ക് ഹെയർ ആണെങ്കിൽ ബ്ലാക്ക് ഹെയർ എന്ന് എഴുതും. അതേമാതിരി ഓരോന്നും ഇപ്പോൾ ഫിംഗേഴ്സിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്ത് വെക്കുക. അങ്ങനെ കുറെ ഡോക്യുമെന്റ്സ് ചെയ്യും. ഒരാളെ ബോഡീനെ ഫുൾ ഡോക്യുമെന്റൈസ് ചെയ്ത് വെക്കുന്നതാണ് അദ്ദേഹം അൽഫോൺസ് ബ്രിട്ടലോൺ ചെയ്തത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഫാദർ ഓഫ് ക്രിമിനൽ ഐഡന്റിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അൽഫോൺസ് ബ്രിട്ടലനാണ് ആന്ത്രോപോമെട്രി ഡെവലപ്മെന്റ് ചെയ്യുന്നത്. അദ്ദേഹത്തെ ഫാദർ ഓഫ് ക്രിമിനൽ ഐഡന്റിഫിക്കേഷൻ എന്ന് വിളിക്കാം. അപ്പോൾ സർ ആർത്തർ കൊനാൻ ആണ് ഷെർലക് ഹോംസ് എന്ന് പറയുന്ന ഫ്രിക്ഷണൽ ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്തെടുത്തത്. ഹെൻറി ഗൊഡാർഡ് എന്ത് ചെയ്തു, ബുള്ളറ്റ് കമ്പയറേഷൻ നടത്തി സ്ട്രയേഷൻ മാർക്ക് വെച്ചിട്ട്. അൽഫോൺസ് ബ്രിട്ടലൻ ആണ് ഫാദർ ഓഫ് ക്രിമിനൽ ഐഡന്റിഫിക്കേഷൻ. അദ്ദേഹം എന്ത് ഡെവലപ്പ് ചെയ്തു, ആന്ത്രോപോമെട്രി ഡെവലപ്പ് ചെയ്തു. നെക്സ്റ്റ് ഈസ് ഫ്രാൻസിസ് ഗാൾട്ടൺ എന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് ഇന്ന് നമ്മൾ ഫോറൻസിക് ഫിംഗർ പ്രിന്റ്സ് ഒക്കെ റെക്കോർഡ് ചെയ്യുന്നത് സിസ്റ്റത്തിലാണ് അല്ലെ. റെക്കോർഡ് ചെയ്യാനായിട്ടുള്ള ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എക്യുപ്മെന്റ്സ് നമുക്ക് ഇന്നത്തെ കാലത്ത് അവൈലബിൾ ആണ്. എന്നാൽ ഒരു 1892 എന്ന് ആ കാലഘട്ടങ്ങളിലൊന്നും ഇങ്ങനെ ഡോക്യുമെന്റ് ചെയ്യാനുള്ള ഒരു മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ ഡോക്യുമെന്റ് ചെയ്തിരുന്നത് പേപ്പറിലാണ് ഡോക്യുമെന്റ് ചെയ്തത്. അതിന് തന്നെ ഒരു സ്പെഷ്യലി ആയിട്ടുള്ള ഒരു പേപ്പർ ഉണ്ടായിരിക്കും. അതിൽ നമ്മളുടെ 10 ഫിംഗേഴ്സും വെച്ച് അതിന്റെ ഫിംഗർ പ്രിന്റ് എടുത്ത് അതിന്റെ ഫിംഗർ പ്രിന്റ്സിന് ഓരോന്നിനും ഓരോ ടൈപ്പ് ഉണ്ടായിരിക്കും. വൂളാണോ, എങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ എന്നൊക്കെ നോക്കിയിട്ട് അത് മാർക്ക് ചെയ്ത് അങ്ങനെ ഡോക്യുമെന്റ് ചെയ്യുന്നത് ആദ്യമായി എസ്റ്റാബ്ലിഷ് ചെയ്തത് ഫ്രാൻസിസ് ഗാൾട്ടൺ ആണ്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, ഫിംഗർ പ്രിന്റിനെ ക്ലാസിഫൈ ചെയ്തു. അങ്ങനെ ഫിംഗർ പ്രിന്റിനെ അങ്ങനെ ഡോക്യുമെന്റ് ചെയ്ത് ക്ലാസിഫൈ ചെയ്തത് ഫ്രാൻസിസ് ഗാൾട്ടൺ ആണ്. അദ്ദേഹം പബ്ലിഷ് ചെയ്ത ബുക്കാണ് ഫിംഗർ പ്രിന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സർ ഫ്രാൻസിസ് ഗാൾട്ടൺ പബ്ലിഷ്ഡ് ഫിംഗർ പ്രിന്റ്സ് ആൻഡ് ഹി എസ്റ്റാബ്ലിഷ് ദ ഫസ്റ്റ് സയന്റിഫിക് ഫിംഗർ പ്രിന്റ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം. അപ്പൊ ഫിംഗർ പ്രിന്റ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ഓർക്കേണ്ടതാണ്. ഫിംഗർ പ്രിന്റ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം കൊണ്ടുവന്നത് ഫ്രാൻസിസ് ഗാൾട്ടൺ ആണ്. അദ്ദേഹം പബ്ലിഷ് ചെയ്ത ബുക്കാണ് ഫിംഗർ പ്രിന്റ്സ് എന്ന് പറയുന്നത്. ദെൻ മാത്യു ഓർഫില, അദ്ദേഹമാണ് ഫാദർ ഓഫ് മോഡേൺ ടോക്സിക്കോളജി എന്ന് പറയുന്നത്. അദ്ദേഹം പോയിസൺസിനൊക്കെ കുറിച്ച് സ്റ്റഡി ചെയ്യലും കാര്യങ്ങളാണ് ചെയ്തിരുന്നത്. മാത്യു ഓർഫിലയുടെ പല മെത്തേഡ്സും പല പ്രിൻസിപ്പിൾസും നമ്മൾ ഇപ്പോഴും പിന്തുടരുന്നുണ്ട്. അപ്പോൾ 18th സെഞ്ചുറിയിൽ
അപ്പൊ നമ്മൾ 18th സെഞ്ചുറിയിലെ കാര്യങ്ങളൊക്കെ പഠിച്ചു. 18th സെഞ്ചുറിയിലെ പ്രധാനപ്പെട്ട സയന്റിസ്റ്റുകളൊക്കെ നോക്കി. ഇനി നമ്മൾ 19th ആൻഡ് 20th സെഞ്ചുറിയിലേക്കാണ് പോകുന്നത്. 19th ആൻഡ് 18th സെഞ്ചുറിയിൽ എന്ന് പറയുമ്പോൾ അവിടെ പ്രധാനമായിട്ട് ഒരു 5 സയന്റിസ്റ്റുകളെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഫസ്റ്റ് വൺ, എഡ്മണ്ട് ലൊക്കാർഡിനെ കുറിച്ചിട്ടാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. എഡ്മണ്ട് ലൊക്കാർഡിനെ കുറിച്ച് പഠിക്കുമ്പോൾ അദ്ദേഹമാണ് പ്രിൻസിപ്പിൾ ഓഫ് എക്സ്ചേഞ്ച് കൊണ്ടുവന്നത്. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഡിസ്കവർ ചെയ്തത് എഡ്മണ്ട് ലൊക്കാർഡാണ്. ഇനി എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് എക്സ്ചേഞ്ച് എന്ന് വെച്ചാൽ, പ്രിൻസിപ്പിൾ ഓഫ് എക്സ്ചേഞ്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ ഒരു എവിഡൻസ് അവിടെ ഉണ്ടായിരിക്കും. എന്നുവെച്ചാൽ ഒരു ക്രൈം നടക്കാം. അപ്പൊ അവിടെ ഒരു ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ ആ എവിഡൻസ് ഒരു ക്രൈം നടക്കുന്നു, അവിടെ ഒരു എവിഡൻസ്, ഒരു മൈന്യൂട്ടായ എവിഡൻസ് എങ്കിലും അവിടെ ഒരു ഉണ്ടായിരിക്കും എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് പ്രിൻസിപ്പിൾ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു എന്തെങ്കിലും തമ്മിൽ കോണ്ടാക്ട്, ഒരു ക്രൈം നടക്കാണ്, ഇപ്പൊ ഒരു കോണ്ടാക്ട് വരും. ഇപ്പൊ ഒരു ഹിറ്റ് ആൻഡ് റൺ കേസസ് എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു വണ്ടി വന്ന് നമ്മുടെ വെഹിക്കിൾമ വന്ന് ഇടിച്ചു എന്ന് വിചാരിക്കാം. അപ്പൊ തന്നെ എന്താണ് അവിടെ നമ്മളെ വണ്ടിയിലെ സ്ക്രാച്ചസ് മറ്റേ വണ്ടികളായിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ എന്താണ് ഒരു എക്സ്ചേഞ്ച് ഉണ്ടായി അല്ലെ, അതാണ് ഉദ്ദേശിച്ചത്. അതായത് ഒരു കമ്മിൻ കോണ്ടാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഒരു ക്രൈം നടക്കുമ്പോൾ ഒരു കോണ്ടാക്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു എവിഡൻസ് ആണെങ്കിൽ കൂടെ അതെന്തായിരിക്കും, എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ദെൻ കാൾ ലൈൻസ്റ്റൺ ആണ് ABO ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം ഡിസ്കവർ ചെയ്തത്. പിന്നെ ലിയോണെ ലാറ്റസ് എന്ന് പറയുന്നത് ഡ്രൈഡ് ബ്ലഡ് സ്റ്റെയിൻസിൽ നിന്ന് ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം കണ്ടുപിടിച്ചതാണ് ലിയോണെ ലാറ്റസ്. അപ്പൊ കാൾ ലൈൻസ്റ്റർ ABO ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം കണ്ടുപിടിച്ചു. ലിയോണെ ലാറ്റസ് എന്ത് കണ്ടുപിടിച്ചു, ഡ്രൈഡ് ബ്ലഡ് സാമ്പിൾസിൽ നിന്നാണ് അദ്ദേഹം എന്ത് കണ്ടുപിടിക്കുന്നത്, ബ്ലഡ് ഗ്രൂപ്പിംഗ് കണ്ടുപിടിക്കുന്നത്. ദെൻ കാൽവിൻ ഗൊഡാർഡ് എന്ന് പറയുന്നത് ഹീസ് എ ഫാദർ ഓഫ് ബാലിസ്റ്റിക്സ്. അദ്ദേഹം എന്താണ്, ഫാദർ ഓഫ് ബാലിസ്റ്റിക്സ് ആണ്. അദ്ദേഹം കമ്പാരേഷൻ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മൾ 18th സെഞ്ചുറിയിലും കാൽവിൻ ഗൊഡാർഡിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം സ്ട്രയേഷ്യൻ മാർക്ക് വെച്ചിട്ട് ബുള്ളറ്റിനെ കമ്പയർ ചെയ്തു എന്നാണ് നമ്മൾ 18th സെഞ്ചുറിയിൽ പറഞ്ഞത്. 19th സെഞ്ചുറിയിലാക്കിയപ്പോഴേക്കും കാൽവിൻ ഗൊഡാർഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് എന്ത് ചെയ്തു, ഈ ബുള്ളറ്റ്സിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, കമ്പാരേഷൻ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചു. അത് കമ്പാരേഷൻ മൈക്രോസ്കോപ്പും കണ്ടുപിടിച്ചു. അതുകൂടാതെ അദ്ദേഹത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഹീസ് ദ ഫാദർ ഓഫ് ബാലിസ്റ്റിക്സ് എന്ന് പറയുന്നത്. കമ്പാരേഷൻ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് ഒരു ഒറ്റ IPCയിൽ തന്നെ വന്നിട്ടായിരിക്കും രണ്ട് എവിഡൻസ് നമുക്ക് ഒരേ ടൈം നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ഒരെണ്ണം ഒറിജിനൽ ആയിരിക്കും, ഒരെണ്ണം നമുക്ക് ക്രൈം സീനിൽ നിന്ന് കിട്ടിയതായിരിക്കും. ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് എന്ത് വരുന്നത്, കമ്പാരേഷൻ മൈക്രോസ്കോപ്പ് വരുന്നത്. അപ്പോൾ 19th സെഞ്ചുറിയിൽ എഡ്മണ്ട് ലൊക്കാർഡ് പ്രിൻസിപ്പിൾ എക്സ്ചേഞ്ച്, കാൾ ലൈൻസ്റ്റർ ABO ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം കണ്ടുപിടിച്ചു. ലിയോണെ ലാറ്റസ് ഡ്രൈഡ് ബ്ലഡ് സ്റ്റെയിൻസിൽ നിന്ന് ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം ഐഡന്റിഫൈ ചെയ്തു. ലിയോണെ ലാറ്റസ് ആണ് ഡ്രൈഡ് ബ്ലഡ് ഗ്രൂപ്പിൽ നിന്ന് എന്ത് കണ്ടുപിടിച്ചത്, ബ്ലഡ് ഗ്രൂപ്പിംഗ് സിസ്റ്റം കണ്ടുപിടിച്ചത്. ആൻഡ് ദെൻ കാൽവിൻ ഗൊഡാർഡ്, ഹീസ് ദ ഫാദർ ഓഫ് ബാലിസ്റ്റിക്സ് ആൻഡ് ഹീസ് ഫൈൻഡ് ദ കമ്പാരേഷൻ മൈക്രോസ്കോപ്പും അദ്ദേഹം കണ്ടുപിടിച്ചു. നെക്സ്റ്റ് നമ്മൾ 19th സെഞ്ചുറിയിൽ തന്നെ ഒരാളും കൂടി ഉണ്ട്, ആൽബർട്ട് ഓസ്ബോൺ എന്ന് പറയും. അദ്ദേഹം എന്താണെന്ന് വെച്ചാൽ ഒരു ഡോക്യുമെന്റ് എക്സാമിനേഷന് വേണ്ട ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസും കാര്യങ്ങളൊക്കെ അദ്ദേഹം ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹത്തിന്റെ ഫൈൻഡിങ്സും എല്ലാം കൂടി അദ്ദേഹം ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തു. അതാണ് ക്വസ്റ്റനൈസ് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റനൈസ് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് ഇപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബുക്കാണ്. അതിന്റെയാണ് ഒരു 19th സെഞ്ചുറിയിൽ ആൽബർട്ട് ഓസ്ബോൺ ഉണ്ട്. അദ്ദേഹം ക്വസ്റ്റനൈസ് ഡോക്യുമെന്റ്സ് കണ്ടുപിടിച്ചു. അതായത് ക്വസ്റ്റനൈസ് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്ന ബുക്ക് അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഡോക്യുമെന്റ് എക്സാമിനേഷൻസും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അദ്ദേഹം ക്വസ്റ്റനൈസ് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്ന ബുക്ക് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അന്ന് കാലത്ത് ഒരു 1918 സെഞ്ചുറിയിലൊന്നും ഡോക്യുമെന്റ്സിനെ ഒരു എവിഡൻസ് ആയിട്ട് കോർട്ടിലൊന്നും പരിഗണിച്ചിരുന്നില്ല. ആ ഒരു കാലഘട്ടത്തിലാണ് ആൽബർട്ട് ഓസ്ബോൺ എന്തുകൊണ്ടുവരുന്നത്, അദ്ദേഹത്തിന് ഒരു ഡോക്യുമെന്റ് എക്സാമിനേഷന് വേണ്ട കുറച്ച് ഫണ്ടമെന്റൽ ഓഫ് പ്രിൻസിപ്പിൾസും
കാര്യങ്ങളൊക്കെ ആയിട്ട് ആര് വരുന്നത്, ആൽബർട്ട് ഓസ്ബോൺ വന്നു. അപ്പൊ ഈ പ്രിൻസിപ്പിൾസ് ഒക്കെ വെച്ചിട്ട് അദ്ദേഹം പ്രൂവ് ചെയ്തു ഒരു ഡോക്യുമെന്റിന് നമുക്കൊരു എവിഡൻസ് ആയിട്ട് കോർട്ടിൽ സബ്മിറ്റ് ചെയ്യാം, അതും ഒരു കൺക്ലൂസീവ് എവിഡൻസ് തന്നെയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയാണ് ആൽബർട്ട് ഓസ്ബോൺ ക്വസ്റ്റനൈസ് ഡോക്യുമെന്റ്സ്. അപ്പോൾ മെയിൻലി എക്സാം ഓഫ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഈ കഥകളൊന്നും ഓർക്കേണ്ട കാര്യമില്ല. ആൽബർട്ട് ഓസ്ബോൺ ആണ് എന്ത് കണ്ടുപിടിച്ചത്, പബ്ലിഷ് ചെയ്തത് എന്താണ്, ക്വസ്റ്റനൈസ് ഡോക്യുമെന്റ് ആണ്, അത് ഓർത്തു വെക്കുക. ആൻഡ് അദ്ദേഹം ഡെവലപ്പ് ചെയ്തത് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഡോക്യുമെന്റ് എക്സാമിനേഷൻ ആണ്. അത്രയും കാര്യം ഓർത്തിരിക്കാം. ദെൻ 19th സെഞ്ചുറി 21st സെഞ്ചുറി പ്രസന്റ് സിറ്റുവേഷൻ ആണ് പറയുന്നത്. നമ്മൾ ഈ ഫോറൻസിക് സയൻസിന്റെ ഒരു ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന എന്താണ്, ഫസ്റ്റ് ഒരു ഏർലി ഇയേഴ്സിൽ നമ്മൾ പറഞ്ഞു ചൈനീസുകാർ എന്ത് ചെയ്തു, അവർ ക്ലേ ഫിംഗർ പ്രിന്റ്സിനൊക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലേ സ്കൾപ്ചേഴ്സ് യൂസ് ചെയ്തു. പിന്നീട് അവര് ഫിസിക്കൽ എവിഡൻസ് വെച്ചിട്ട് ക്രൈംസ് റിസോൾവ് ചെയ്യാൻ തുടങ്ങി. ദെൻ ഓരോ കാലഘട്ടം കഴിയുമ്പോഴും എന്താണ് സയൻസിന്റെ ഫീൽഡ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നതിനനുസരിച്ച് നമ്മുടെ ഫോറൻസിക് സയൻസിന്റെ ഫീൽഡും എന്താണ് ഡെവലപ്പ് ചെയ്ത് വരാണ്. 18th സെഞ്ചുറി ആയപ്പോഴേക്കും ഏർലി ഇയേഴ്സ് പോലെയാണോ 18th സെഞ്ചുറി ആയപ്പോഴേക്കും അല്ല, അപ്പോഴേക്കും എന്താണ് അവിടെ നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചു. ടോക്സിക്കോളജി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിച്ചു അല്ലെ, മാത്യു ഓർഫില എന്ത് പഠിച്ചു, പോയിസൺസിനൊക്കെ എങ്ങനെ എക്സാമിൻ ചെയ്യണമെന്ന് സയന്റിസ്റ്റ് കണ്ടുപിടിച്ചു. അങ്ങനെ കാൽവിൻ ഗൊഡാർഡ് കമ്പാരിഷൻ ഓഫ് ബുള്ളറ്റ്സ് ചെയ്തു. അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നു. അങ്ങനെ 19th സെഞ്ചുറി ആയപ്പോഴും ഡെവലപ്മെന്റ് ആണ്. 18th സെഞ്ചുറിനേക്കാളും ആ ഉണ്ടായിരുന്ന ഫീൽഡ് ഒന്നും കൂടി ഡെവലപ്പ് ചെയ്തു വന്നു. സോ കറന്റ്ലി പ്രസന്റ് സിറ്റുവേഷൻ എന്താണ്, പ്രസന്റ് സിറ്റുവേഷനിൽ 19th സെഞ്ചുറിയിൽ ഉണ്ടായിരുന്ന പോലെയുള്ള ടെക്നിക്സ് അല്ല നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. മോഡേൺ ടെക്നോളജീസ് ആണ് യൂസ് ചെയ്യുന്നത്. ഫിംഗർ പ്രിന്റ് ആയാലും ഫിംഗർ പ്രിന്റ്സ് ഒക്കെ റെക്കോർഡ് ചെയ്യാനായിട്ട് ഇപ്പൊ നമ്മൾ മോഡേൺ ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഓരോ കാര്യത്തിലും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ടെസ്റ്റുകളുണ്ട് ഓരോന്ന് കണ്ടുപിടിക്കും. ഡ്രൈഡ് ബ്ലഡ് സ്റ്റെയിൻസ് കണ്ടുപിടിക്കാൻ, ഈവൻ ഇഫ് ഇറ്റ്സ് വാഷ് ചെയ്ത് പോയിട്ടുള്ള ഒരു സർഫസിൽ നിന്ന് ക്ലീൻ ചെയ്ത് പോയിട്ടുള്ള ബ്ലഡ് സ്റ്റെയിൻസ് വരെ കണ്ടുപിടിക്കാനുള്ള ടെക്നിക്സ് ഒക്കെ നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. ദെൻ നമുക്കിനി ഒരു ഫോറൻസിക് സയൻസിന്റെ എത്തിക്സിലേക്ക് കിടക്കാം. അപ്പൊ ഇത്ര നേരം നമ്മൾ പറഞ്ഞത് ഫോറൻസിക് സയൻസിന്റെ ഒരു ഡെഫിനിഷൻ പറഞ്ഞു, ഫോറൻസിക് സയൻസിന്റെ ഹിസ്റ്ററി ആൻഡ് ഡെവലപ്മെന്റ് പറഞ്ഞു. ദെൻ നമ്മൾ പറയാൻ പോകുന്നതാണ് എത്തിക്സ്. മെയിൻലി എത്തിക്സ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് എത്തിക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഒരു ഫോറൻസിക് എക്സ്പേർട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നതിലുപരി എന്തൊക്കെ കാര്യങ്ങളായിരിക്കണം അദ്ദേഹം ശ്രദ്ധിക്കേണ്ടത്. ഇറ്റ്സെൽഫ് അയാളുടെ സെൽഫിൽ തന്നെ എന്തൊക്കെ കാര്യങ്ങളായിരിക്കണം ശ്രദ്ധിക്കേണ്ടത്, അതാണ് എത്തിക്സുകളിൽ നമ്മൾ പറയുന്നത്. ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എത്തിക്സ് ഉണ്ട്. കുറെ അധികം എത്തിക്സിൽ നമുക്ക് പോയിന്റ്സ് ഉണ്ടാക്കാം. അതിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഇന്റഗ്രിറ്റി. ഇന്റഗ്രിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമുക്കൊരു എപ്പോഴും ഫോറൻസിക് എക്സ്പേർട്ട് എന്ന് പറയുന്നത് ഓണസ്റ്റ്ലി ആയിരിക്കണം വർക്ക് ചെയ്യേണ്ടത്. അതായത് എന്താണോ ആ ക്രൈം സീനിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ആ എവിഡൻസിനെ ഓണസ്റ്റ്ലി നമ്മൾ ഹാൻഡിൽ ചെയ്യണം. ഓണസ്റ്റ്ലി ആയിട്ട് നമ്മൾ അതിനെ ഡീൽ ചെയ്യണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മളൊരു എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനും ഇൻഫ്ലുവൻസ് ആവരുത്. ഫോർ എക്സാമ്പിൾ ഒരു ക്രൈം നടന്നു, ആ ക്രൈം നടന്ന സ്ഥലത്ത് നമ്മൾ എവിഡൻസ് പാക്ക് ചെയ്യാണ്. അപ്പോൾ കുറച്ച് ആൾക്കാർ ഈ ക്രൈം സീനിലെ എവിഡൻസ് എടുത്ത് കളയാൻ പറഞ്ഞിട്ട് നമുക്ക് ക്യാഷും കാര്യങ്ങളൊക്കെ തരാൻ വെച്ചാൽ അതൊന്നിലൊന്നും നമ്മളെ എഫക്ട് ചെയ്യാൻ പാടില്ല. അപ്പൊ നമ്മള് നമ്മുടേതായ ഇൻട്രസ്റ്റിൽ ഓണസ്റ്റ്ലി ആയിരിക്കണം എന്നതുകൊണ്ടാണ് ഇന്റഗ്രിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദെൻ കോൺഫിഡൻഷ്യലി ആയിരിക്കണം. അതായത് ഫോറൻസിക് എക്സ്പേർട്ടേഴ്സ് എപ്പോഴും ഒരു കോൺഫിഡൻഷ്യലാലിറ്റി ആയിരിക്കണം. അതായത് അവര് കളക്ട് ചെയ്യുന്ന എവിഡൻസ്, അവരുടെ സസ്പെക്ട്സ്, അതേപോലെ തന്നെ അവരുടെ ഇൻവെസ്റ്റിഗേഷൻ എല്ലാതും ഒരു കോൺഫിഡൻഷ്യൽ ആയിട്ടായിരിക്കണം ഡീൽ ചെയ്തിട്ടുള്ളത്. ആൻഡ് ദെൻ ക്വാളിറ്റി അഷുറൻസ് എന്നാൽ ഉദ്ദേശിക്കുന്നത്, ഫോറൻസിക് അനാലിസിസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ക്രൈം സീനിൽ നിന്ന് കിട്ടുന്ന ഓരോ എവിഡൻസും നമ്മൾ പ്രോപ്പറായി പാക്ക് ചെയ്ത് കണ്ടാമിനേഷൻ ഒന്നും ഉണ്ടാവാൻ പാടില്ല. കാരണം
കണ്ടാമിനേറ്റഡ് ആയ പിന്നീട് നമുക്ക് ആ എവിഡൻസ് കിട്ടില്ല. ഒരു എവിഡൻസ് നഷ്ടപ്പെടുമ്പോൾ ആ ക്രൈം സോൾവ് ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ ആണ് നമുക്ക് അവിടെ നഷ്ടപ്പെടുന്നത്. സോ ആ ഒരു എവിഡൻസിനെ പ്രോപ്പർലി നമ്മൾ പാക്ക് ചെയ്ത് നല്ല രീതിയിൽ ക്ലീൻ ആയിട്ട് ഇപ്പൊ ചിലപ്പോൾ പ്രിസർവ് ചെയ്ത് വെക്കേണ്ട സാമ്പിൾസ് ഒക്കെ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള സാമ്പിൾസ് ആണെങ്കിൽ അതിന് പ്രിസർവ് ചെയ്ത് വെച്ചിട്ടൊക്കെയാണ് നമ്മൾ അനാലിസിസ് നടത്തുന്നത്. അപ്പൊ ഈ അനാലിസിസ് നടത്തണമെങ്കിലും നമുക്ക് ഈ ഫോറൻസിക് എക്സ്പേർട്സിന് ധാരാളം പ്രോട്ടോകോള് ഫോളോ ചെയ്തിട്ട് വേണം നടത്തണമെങ്കിൽ. Then impartiality. It is providing unbiased expert opinion based on solely on scientific evidence, free from personal bias or external influences. അത് സിംപ്ലി നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ, എക്സ്റ്റേണൽ ആയിട്ടുള്ള ആൾക്കാരുടെ ഇൻഫ്ലുവൻസ് ഒന്നും നമുക്ക് വരരുത്. എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരാളുടെയും ഒപ്പീനിയൻ നമ്മൾ ഒരു കേസ് റിസോൾവ് ചെയ്യുന്ന സമയത്ത് എടുക്കരുത്. അതായത് ഒരു എവിഡൻസ് നമ്മൾ എക്സാമിൻ ചെയ്യാണ്. ആ എക്സാമിൻ ചെയ്യുമ്പോൾ നമ്മുടേതായ ഫൈൻഡിങ്സ് വേണം നമ്മൾ അവിടെ എഴുതാൻ. അല്ലാതെ പുറത്തുനിന്ന് ഒരാളുടെ ഒപ്പീനിയനോ അതിനനുസരിച്ച് ഒന്നും നമ്മൾ എന്ത് ചെയ്ത് നമ്മുടെ റിപ്പോർട്ടിനെ മാറ്റി എഴുതാൻ പാടില്ല. പിന്നെ എപ്പോഴും ഒരു ട്രാൻസ്പെറൻസി കീപ്പ് ചെയ്യണം നമ്മൾ. അതായത് ഓരോന്നിനും എവിഡൻസ് നമ്മൾ ക്രൈം സീനിൽ എത്തുന്നത് തുടങ്ങി അതിനെ നമ്മൾ കോർട്ടിൽ സബ്മിറ്റ് ചെയ്യുന്നത് വരെ ഒരു പ്രൊസീജിയറാണ്. ആ പ്രൊസീജിയർ എപ്പോഴും നമ്മൾ ഫോളോ ചെയ്യണം. അത് പ്രിസർവ് ചെയ്യുക, കളക്ഷൻ ചെയ്യുക, പ്രിസർവ് ചെയ്യുക, പാക്ക് ചെയ്യുക, അനാലിസിസ് ചെയ്യുക, അതിനെ ഡിഫറെൻറ്റ് മെത്തോഡോളജി വെച്ചിട്ട് ഫൈൻഡിങ് ചെയ്യുക. പിന്നെ ഇതിൽ ഈ എവിഡൻസിന് എന്തെങ്കിലും കൂടുതൽ എക്സ്പ്ലനേഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ എക്സ്പ്ലനേഷൻ ഒക്കെ കൊടുത്ത് നമ്മൾ അത്രയും ട്രാൻസ്പെറൻസി ആയിട്ട് വേണം ഇത് ചെയ്യേണ്ടത്. അതായത് എല്ലാ ഡോക്യുമെന്റ്സും എല്ലാതും അതിൻ്റെതായ രീതിയിലായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ദെൻ പ്രൊഫഷണലിസം. പ്രൊഫഷണലിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു നമ്മുടേതായ സ്കില്ലും നോളജും ട്രെയിനിങ്ങും ഒക്കെ നമ്മൾ വളർത്തിയെടുത്തിട്ട് വേണം ഡീൽ ചെയ്യാനായിട്ട്. അതായത് ഒരു ഫോറൻസിക് എക്സ്പേർട്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹം എന്തായിരിക്കണം, അദ്ദേഹത്തിന്റെ സയൻസ് ഫീൽഡിൽ കുറച്ച് എക്സ്പേർട്ട് ആയിരിക്കും അല്ലെ, അദ്ദേഹം ട്രെയിൻഡ് ആയിരിക്കും, സയൻസ് ഫീൽഡിൽ അദ്ദേഹം എക്സ്പേർട്ട് ആയിരിക്കും. അദ്ദേഹം ഒരു എവിഡൻസ് കിട്ടി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അറിയാം എങ്ങനെ അത് പ്രോപ്പർലി പാക്ക് ചെയ്യണം, എങ്ങനെ അത് കളക്ട് ചെയ്യണം, ആൻഡ് ദെൻ അത് എല്ലാ എവിഡൻസും ഒരുമിച്ചൊന്നും പാക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെ, സെപ്പറേറ്റ്ലി കവർ ചെയ്ത് അത് ലേബൽ ചെയ്ത് അങ്ങനെ കുറെ പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞ് അത് അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് സെൻഡ് ചെയ്ത് അങ്ങനെയുള്ള കുറെ പ്രോട്ടോകോൾസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയധികം കാര്യങ്ങളാണ് എത്തിക്സിൽ വരുന്നത്. അപ്പോൾ എത്തിക്സ് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് അല്ല എത്തിക്സ് എന്ന് പറയുന്നത്. ബട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം, ഒരു ഫോറൻസിക് എക്സ്പേർട്ടിന് എത്തിക്സ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. മെയിൻലി ഇപ്പൊ എത്തിക്സ് എന്ന് പറഞ്ഞത് സിംപ്ലി നമുക്ക് എത്തിക്സ് എന്ന് പറയുന്നത് സിമ്പിൾ ആക്കി വേണമെങ്കിൽ ഒരൊറ്റ സെന്റൻസിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഫോറൻസിക് എക്സ്പേർട്ട് എന്ന് പറയുന്ന ഒരാൾ എന്തായിരിക്കണം, സത്യസന്ധതയോടുകൂടി ഓണസ്റ്റ്ലി നമുക്ക് ആ ഒരു ക്രൈം സോൾവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യണം എന്ന് നമുക്ക് വേണമെങ്കിൽ സിമ്പിൾ ആയിട്ട് ഒരൊറ്റ സെന്റൻസ് കൊണ്ട് പറയാം. ദെൻ ഇത്രയും നേരം പഠിച്ചതിൽ നിന്ന് നമുക്കൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ ഫസ്റ്റ് ഫോറൻസിക് സയൻസിന്റെ ഡെഫിനിഷൻ പഠിച്ചു, പിന്നെ ഡെഫിനിഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഹിസ്റ്ററി പഠിച്ചു, ദെൻ എത്തിക്സ് പഠിച്ചു. ഇത്രയും ഈ ഒരു മൂന്ന് ടോപ്പിക്കിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാനിവിടെ ഒരു ക്രിസ്പായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. ഈ ഹിസ്റ്ററി ഒക്കെ പറഞ്ഞപ്പോൾ കുറച്ച് തിയറിറ്റിക്കൽ ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇത്രയും തിയറിറ്റിക്കൽ ആയിട്ടുള്ള പോയിന്റ് നമ്മൾ ഓർക്കണമെന്നില്ല, പക്ഷെ അറിഞ്ഞിരിക്കണം എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ഉണ്ടായതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു റിവൈസ് ചെയ്യാൻ ഒരു എളുപ്പത്തിൽ എന്ന പോലെയാണ് ഞാൻ ഒരു കീ പോയിന്റ്സ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്താണ് ഫോറൻസിക് സയൻസ് എന്ന് പറഞ്ഞതിന്റെ ഫോറൻസിക് സയൻസിന്റെ ഡെഫിനിഷൻ ഞാനിവിടെ കൊടുത്തിട്ടില്ല. ഫോറൻസിക് സയൻസിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സയന്റിഫിക് ആപ്ലിക്കേഷൻ, സയന്റിഫിക് പ്രിൻസിപ്പിൾ അപ്ലിക്കേഷൻസ് ആണ് പറയുന്നത് അല്ലെ. അതാണ് ഫോറൻസിക് സയൻസ് എന്ന് പറയുന്നത്. ദെൻ ഫോറൻസിക് സയൻസ് എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള ഫോറൻസിസ് എന്നിൽ നിന്നാണ്. സോറി, ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്തപ്പോൾ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഫോറൻസിസ് എന്നാണ്. ദെൻ സർ ആർത്തർ കൊനാൻ ഡോണെ ആണ് എന്ത് ഷെർലക് ഹോംസ് എന്ന് പറയുന്ന ഫ്രിക്ഷണൽ ക്യാരക്ടറിനെ കൊണ്ടുവന്നത്. ഹെൻറി ഗോഡാർഡ്, ഹീസ് ദ ഫാദർ ഓഫ് ബാലിസ്റ്റിക്സ് ആൻഡ് കമ്പാരേഷൻ മൈക്രോസ്കോപ്പും കണ്ടുപിടിച്ചു അല്ലെ. ദെൻ അൽഫോൺസ്, ഫാദർ ഓഫ് ക്രിമിനൽ ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. സർ ഫ്രാൻസിസ് ഗാൽട്ടൺ, അദ്ദേഹം ഫിംഗർ പ്രിന്റ്സ് എന്ന് പറയുന്ന ബുക്ക് പബ്ലിഷ് ചെയ്തത് സർ ഫ്രാൻസിസ് ഗാൾട്ടൺ ആണ്. മാത്യു ഓർഫില, ഹീസ് ദ ഫാദർ ഓഫ് മോഡേൺ ടോക്സിക്കോളജി. ആൻഡ് എഡ്മണ്ട് ലോക്കാർഡ്, ഹീസ് ദ പ്രിൻസിപ്പിൾ ഓഫ് എക്സ്ചേഞ്ച്.
Carl Liner discovered the ABO blood group system. Dr. Leone Lattice determined the blood group from the dried blood stains. And then Albert Osborne, Cosnay's documents. ഇത് ഒരു ഷോർട്ടായിട്ട് കൊടുത്തു എന്നുള്ളൂ. ഷോർട്ടായിട്ട് കൊടുത്തതെന്ന് വെച്ചാൽ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത്രയും കാര്യങ്ങളാണ് ഈ ഡെഫിനിഷൻ, ഹിസ്റ്ററി ആൻഡ് ഡെവലപ്മെന്റ്സ് ആൻഡ് എത്തിക്സ് എന്ന് പറയുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. സോ ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഫൊറൻസിക് എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്ന ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള ഫൊറൻസിസിൽ നിന്നാണ്. പിന്നെ ഷെർലക് ഹോംസ് എന്ന് പറയുന്ന ഫ്രിക്ഷണൽ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്തത് സർ ആർത്തർ കൊണോൺ ആണ്. ആൻഡ് ഫാദർ ഓഫ് ബാലിസ്റ്റിക്സും കമ്പാരേഷൻ ഓഫ് മൈക്രോസ്കോപ്പും കണ്ടുപിടിച്ചത് ഹെൻറി ഗൊഡാഡ് ആണ്. ഫാദർ ഓഫ് ക്രിമിനൽ ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത് അൽഫോൺസ് ബ്രിട്ടൺ ആണ്. അദ്ദേഹത്തിനെയാണ് നമ്മൾ അദ്ദേഹമാണ് എന്ത് ഡെവലപ്പ് ചെയ്തത്? ആന്ത്രോപോമെട്രി ഡെവലപ്പ് ചെയ്തത്. ഫ്രാൻസിസ് ഗാൽട്ടൺ ആണ് ഫിംഗർ പ്രിന്റ്സ് എന്ന് പറയുന്ന ബുക്ക് പബ്ലിഷ് ചെയ്തത്. ഫാദർ ഓഫ് മോഡേൺ ടോക്സിക്കോളജി എന്ന് പറയുന്നത് മാത്യു ഓർഫിലി ആണ്. പ്രിൻസിപ്പിൾ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഡെവലപ്പ് ചെയ്തത് എഡ്മണ്ട് ലൊക്കാർഡ് ആണ്. എബിയോ ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തത് കാൾ ലൈൻസ്റ്റൈനർ ആണ്. ഡ്രൈഡ് ബ്ലഡ് സ്റ്റെയിൻസ് സാമ്പിൾസിൽ നിന്ന് ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം ഐഡന്റിഫൈ ചെയ്തത് ലിയോണെ ലാറ്റസ് ആണ്. ആൻഡ് കൊസ്നൈസ് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്ന ബുക്ക് പബ്ലിഷ് ചെയ്തത് ആൽബർട്ട് ഓസ്ബോൺ ആണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് കോർട്സിനൊക്കെ പറ്റിയിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. കോർട്സിന്റെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കോർട്ട് ഉണ്ട്. അതിന്റെ പവേഴ്സ് എന്താണ്, അതിന്റെ ജൂറിസ്ട്രിക്ഷൻ എന്താണ്, പിന്നെ ഫോറൻസിക് സയൻസിന്റെ ഫീൽഡിൽ ഈ ജൂറിസ്ട്രിക്ഷൻ ഒക്കെ എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് കോർട്സ് എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ വരുന്നത്. അപ്പോ കോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. കോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ജുഡീഷ്യൽ അതോറിറ്റി ആണ് അല്ലെ. നമ്മളുടെ പ്രോബ്ലംസ് ഒക്കെ റിസോൾവ് ചെയ്ത് തരുന്ന ഒരു ജുഡീഷ്യൽ അതോറിറ്റിനെയാണ് നമ്മൾ കോർട്ട് എന്ന് പറയുന്നത്. കോർട്ട് എന്ന് പറയുന്നതിന്റെ ലിറ്ററൽ മീനിങ് ആയിട്ട് നമുക്ക് എന്ത് പറയാം? അതൊരു ക്ലോസ്ഡ് പ്ലേസ് ആണെന്ന് പറയാം അല്ലെ. കോർട്ട് എന്ന് പറയുന്നതിന്റെ ഒരു ലിറ്ററൽ മീനിങ് എന്ന് പറയുന്നത് അതൊരു എൻക്ലോസ്ഡ് പ്ലേസ് ആണ്. അതൊരു ഹാളാവാം, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ആവാം, എന്തും ആവാം. അവിടെ എന്താണ് സോൾവ് ചെയ്യുന്നത്? അവിടെ നമ്മളുടെ പ്രോബ്ലംസ് ആണ് സോൾവ് ചെയ്ത് തരുന്നത്. അപ്പോൾ കോർട്ട് എന്ന് പറയുന്നത് ജസ്റ്റ് ഇറ്റ് ഈസ് എ ജുഡീഷ്യൽ അതോറിറ്റി ആണ് ഹിയർ ആൻഡ് റിസോൾവ് ദ ക്രിമിനൽ ആൻഡ് സിവിൽ കേസസ് എന്നാണ് പറയുന്നത്. ആൻഡ് ദെൻ കോർട്ടിനെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ സുപ്രീം കോർട്ടാണ് ഏറ്റവും അതോറിറ്റി എന്ന് പറയുന്നത്. ഏറ്റവും ടോപ്പിലുള്ള അതോറിറ്റിയാണ് സുപ്രീം കോർട്ട് എന്ന് പറയുന്നത്. അതിന് താഴെയാണ് ഹൈക്കോർട്ട് വരുന്നത്. ദെൻ സബോർഡിനേറ്റ് കോർട്ട് വരുന്നുണ്ട്. ഇങ്ങനെ 3 കോർട്ടായിട്ടാണ് നമ്മൾ കോർട്ടിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് വെക്കുന്നത്. അതായത് സുപ്രീം കോർട്ടാണ് എല്ലാത്തിനും ഉപരി ടോപ്പ് മോസ്റ്റിൽ നിൽക്കുന്നത്. സുപ്രീം കോർട്ടിന്റെ അണ്ടറിലാണ് ഹൈക്കോർട്ട് വരുന്നത്. ഹൈക്കോർട്ടിന്റെ അണ്ടറിലാണ് എന്ത് വരുന്നത്? സബോർഡിനേറ്റ് കോർട്ടൊക്കെ വരുന്നത്. ഈ സബോർഡിനേറ്റ് കോർട്ടിന്റെ അണ്ടറിൽ നമുക്ക് വീണ്ടും 3 കോർട്ടായിട്ട് പറയാനായിട്ട് പറ്റും. അതായത് കോർട്ട് ഓഫ് ഡിസ്ട്രിക്ട് ജഡ്ജ്. അതായത് കോർട്ട് ഓഫ് ഡിസ്ട്രിക്ട് ജഡ്ജസ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ സിവിൽ കേസസ് ആയിട്ടുള്ള ഡിവോഴ്സസ്, ലാൻഡ് കേസസ് തുടങ്ങിയ കേസസ് ഒക്കെ ആയിരിക്കും അവിടെ ഡീൽ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഡീൽ ചെയ്യുന്നതാണ് കോർട്ട് ഓഫ് സെഷൻ ജഡ്ജ് ഉണ്ടായിരിക്കും. അവിടെ സെഷൻ ജഡ്ജ് ഉള്ള സ്ഥലത്ത് നമ്മൾ എന്തായിരിക്കും? ക്രിമിനൽ കേസസ്, മർഡർ കേസസ് ആയിരിക്കും ചെയ്യുന്നത്. ദെൻ തുടങ്ങിയ കേസുകൾ, റേപ്പ് കേസസ് തുടങ്ങിയ കാര്യങ്ങൾ സെഷൻ കോടതിയിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ദെൻ റവന്യൂ കോർട്ട് ഉണ്ട് അല്ലെ. അവിടെ നമ്മൾ പ്രോപ്പർട്ടി റവന്യൂ ആൻഡ് അഗ്രികൾച്ചർ റവന്യൂ പോലെയുള്ള കേസുകളാണ് ഡീൽ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞ ഒരു ഹൈറാർക്കി പറയുകയാണെങ്കിൽ സുപ്രീം കോർട്ടിന്റെ ഏറ്റവും മുകളിലെ അതോറിറ്റി ആയിട്ട് സുപ്രീം കോർട്ട് വരുന്നുണ്ട്, പിന്നെ ഹൈക്കോർട്ട് വരുന്നുണ്ട്, ആൻഡ് ദെൻ സബോർഡിനേറ്റ് കോർട്ട് വരുന്നുണ്ട്. ഈ സബോർഡിനേറ്റ് കോർട്ടിന്റെ അണ്ടറിലാണ് എന്ത് വരുന്നത്? നമ്മുടെ ഡിസ്ട്രിക്ട് കോർട്ട് വരുന്നത്. ഡിസ്ട്രിക്ട് കോർട്ടിൽ എന്ന് പറയുമ്പോൾ അവിടെ സിവിൽ കേസസ് ആണ് കൂടുതലും ഡീൽ ചെയ്യുന്നത്. സിവിൽ കേസസ് എന്ന് പറയുമ്പോൾ ഡിവോഴ്സസ്, അതുപോലെ ലാൻഡ് പ്രോബ്ലംസ്, അങ്ങനെയുള്ള സിവിൽ കേസസ് ഒക്കെയാണ് അവിടെ നമ്മൾ ഡീൽ ചെയ്യുന്നത്. ദെൻ സെക്ഷൻ കോർട്ട് വരുന്നുണ്ട്. സെക്ഷൻ കോർട്ട് എന്ന് പറയുമ്പോൾ അത് ഓരോന്നിനും ഓരോ ഡിവിഷൻ ആയിരിക്കും. അതായത് സെക്ഷൻ കോർട്ടിലായിരിക്കും നമ്മൾ ക്രിമിനൽ കേസസ് കൂടുതൽ സൊല്യൂഷൻ കണ്ടെത്തുന്നത് സെഷൻ കോർട്ടിലായിരിക്കും. അതായത് മർഡർ, റേപ്പ്, ആക്സിഡന്റ് പോലുള്ള കേസുകളൊക്കെ വരുന്നത് ഈ സെഷൻ കോർട്ടിലാണ് വരുന്നത്. ദെൻ റവന്യൂ കോർട്ട് ഉണ്ട്. റവന്യൂ കോർട്ട് എന്ന് പറയുന്നത് അവിടെ നമ്മൾ റവന്യൂ ആയിട്ട് റിലേറ്റ് ചെയ്തത്, അഗ്രികൾച്ചർ റവന്യൂ, പ്രോപ്പർട്ടി റവന്യൂ ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കേസുകൾ നമ്മൾ ഡീൽ ചെയ്യുന്നത്
റവന്യൂ കോർട്ടിലാണ്. ദെൻ ഇനി എന്താണ് ജൂറിസ്ട്രിക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ജൂറിസ്ട്രിക്ഷൻ എന്ന് പറയുന്നതുകൊണ്ട് ഒരു പരിധി, ഓരോ കോർട്ടിനും അതിൻ്റെതായ ഒരു പരിധി ഉണ്ടായിരിക്കും അല്ലേ? നമുക്ക് ഒരു 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 പരിധി ഉണ്ടായിരിക്കും, എത്രത്തോളം സ്പേസിന് ആ ഒരു കോർട്ടിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പരിധി ഉണ്ടായിരിക്കും. അതിനാണ് നമ്മൾ ജൂറിസ്ട്രിക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോ ഒരു ഡിസ്ട്രിക്ട് കോർട്ടാന്ന് വിചാരിക്കാം. ആ ഒരു ഡിസ്ട്രിക്ട് കോർട്ടിന് ആ ഒരു ഡിസ്ട്രിക്റ്റിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പവർ ഉണ്ടാവുള്ളൂ. ആ ഡിസ്ട്രിക്ട് കോർട്ടിൽ നിന്ന് വരുന്ന ഓർഡേഴ്സ് ആ ഒരു ഡിസ്ട്രിക്റ്റിൽ മാത്രമേ ബാധകമായിരിക്കുള്ളൂ. അതെ, ആ ജഡ്ജിന് വേറൊരു കേസിന് വേണമെങ്കിൽ വേറൊരു ഡിസ്ട്രിക്റ്റിലെ കേസിന്റെ ഒപ്പീനിയൻസ് ഒക്കെ അദ്ദേഹത്തിന് പറയാം. പക്ഷെ എന്താണ്, അദ്ദേഹത്തിന് അവിടെ ഓർഡർ ഇടാൻ പറ്റില്ല. കാരണം എന്താണ്, അദ്ദേഹത്തിന്റെ ഓർഡറിന് അവിടെ വാല്യൂ ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഓരോ ഡിസ്ട്രിക്ട്സിനും അതിൻ്റെതായ ഒരു ജൂറിസ്ട്രിക്ഷൻ ഉണ്ടായിരിക്കും. ദെൻ അതാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ജൂറിസ്ട്രിക്ഷൻ ഈസ് ദ അതോറിറ്റി ഓഫ് എ കോർട്ട് ടു ഹിയർ എ കേസ്. This means that without jurisdiction, a judge can issue an order, but legally it has no effect. അതായത് ഓരോ ജൂറിസ്ട്രിക്ഷനും അതിൻ്റെതായ ഒരു ഏരിയ ഉണ്ടായിരിക്കും. ആ ഏരിയയിൽ മാത്രമായിരിക്കും അദ്ദേഹത്തിന്റെ ഓർഡർ, ആ ജഡ്ജിന്റെ ഓർഡർ ലീഗലി അപ്ലിക്കബിൾ ആയിരിക്കുള്ളൂ. ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാണ്, ജോൺ വാണ്ട് ടു ഡിവോഴ്സ് ആൻഡ് സിൻസ് his state has a court system divided by the criminal and civil code, he must file his divorce in the സിവിൽ കോഡ്. അതായത് ജോൺ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് എന്താണ്, ഡിവോഴ്സ് വേണം. അദ്ദേഹത്തിന്റെ കോർട്ട് സിസ്റ്റത്തിലെ സിവിൽ കോർട്ട് സിസ്റ്റത്തിൽ ആണ് എന്ത് കൊണ്ടുകൊടുത്തത്, ഡിവോഴ്സിന്റെ പേപ്പർ കൊണ്ടുകൊടുത്തത്. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ കേസ് സിവിൽ കോർട്ടിൽ എടുക്കുള്ളൂ, സെക്ഷൻ കോർട്ടിൽ വരില്ല. അതേപോലെ സിവിൽ കോർട്ടില് അദ്ദേഹത്തിന്റെ ഡിസ്ട്രിക്റ്റിലുള്ള സിവിൽ കോർട്ടിലായിരിക്കണം കൊടുക്കേണ്ടത് അല്ലെ. എന്നാൽ മാത്രമേ ജോണിന് എന്തുള്ളൂ, ആ ഒരു ഡിവോഴ്സിന്റെ പ്രോപ്പർട്ടീസ്, ഡിവോഴ്സിന്റെ കാര്യങ്ങളൊക്കെ ലീഗലായിട്ട് ഫാസ്റ്റ്ലി മൂവ് ചെയ്യുള്ളൂ. അപ്പോൾ ജൂറിസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, അതൊരു പവർ ആണ് അല്ലെ. ഒരു പരിധിയാണ് ഉദ്ദേശിക്കുന്നത്. അതുകൂടാതെ ഓരോ കേസും അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകണം. സിവിൽ കേസ് ഡിസ്ട്രിക്ട് കോർട്ടിലേക്ക് വരണം, ക്രിമിനൽ കേസസ് ഒക്കെ എവിടെ പോകണം, അത് സെക്ഷൻ കോർട്ടിലേക്ക് പോകണം. അങ്ങനെ അതാത് കോർട്ടിൽ പോയാൽ മാത്രമേ എന്തുള്ളൂ, ആ ഓർഡേഴ്സിന് അതിൻ്റെതായ ലീഗലി വാല്യൂ ഉണ്ടാവത്തുള്ളൂ. ആൻഡ് ദെൻ പിന്നെ ഈ ജൂറിസ്ട്രിക്ഷൻ എന്ന് പറയുന്നതിൽ നമുക്ക് ഒരു കാര്യം കൂടി പറയാം. നമുക്ക് കോടതികളിലേക്ക് എന്ത് കൊടുക്കാം, അപ്പീൽ കൊടുക്കാം, അപേക്ഷകളൊക്കെ കൊടുക്കാം അല്ലെ. അപ്പോൾ ഒരു കേസിന് സൊല്യൂഷൻ കാണുക മാത്രമല്ല, അവിടെ നമുക്ക് അപ്പീൽ പോവാം. ആ കേസിന്റെ വിധിയിൽ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് അപ്പീൽ പോകാനായിട്ട് പറ്റും. ആൻഡ് ദെൻ അപ്ലിക്കേഷൻസ് ഒക്കെ കൊടുക്കാനായിട്ട് പറ്റും. And then in technical sense, it means that extent of the authority of a court to administrate justice not only with the reference to the subject matter of the suit, but also to the local and the pecuniary limits and its jurisdiction. അതായത് ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു അധികാര പരിധി എന്ന് പറഞ്ഞല്ലോ. ഈ അധികാര പരിധിയുടെ ആ ഒരു അധികാര പരിധിയിൽ ഒരു കേസസ് സോൾവ് ചെയ്യുക എന്നത് മാത്രമല്ല, ആ ഒരു അധികാര പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ ആ പ്രദേശത്തിന്റെ അവിടുത്തെ ലോക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ആയിക്കോട്ടെ, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളായിക്കോട്ടെ, അതിലൊക്കെ വേണ്ട ഒരു ജസ്റ്റിസ് നടപ്പിലാക്കാനായിട്ട് ഈ കോടതിയുടെ ഒരു ജൂറിസ്ട്രിക്ഷൻ, ഒരു അധികാരമുണ്ട്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജൂറിസ്ട്രിക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒറ്റ പോയിന്റിൽ നമുക്ക് ജൂറിസ്ട്രിക്ഷൻ എന്താണെന്ന് പറയാൻ പറ്റില്ല. ഒരു ജൂറിസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് ഒരു പരിധിയാണ്. അതായത് ഒരു ഡിസ്ട്രിക്റ്റിൽ ഒരു കോടതി ഉണ്ടെങ്കിൽ ആ കോടതിക്ക് ആ ഒരു ഡിസ്ട്രിക്റ്റിലെ കാര്യങ്ങളായിരിക്കും കൂടുതൽ കേസസ് ആയിരിക്കും അവരെടുക്കുന്നത്. ദെൻ ഓരോ ഡിസ്ട്രിക്ട്സിലും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കോർട്ട്സ് ഉണ്ടായിരിക്കും അല്ലെ. സെഷൻ കോർട്ട് ഉണ്ടായിരിക്കും, അതായത് ഒരു സബോർഡിനേറ്റ് കോർട്ടിന്റെ അണ്ടറിൽ വരുന്നതാണ് ഡിസ്ട്രിക്ട് കോർട്ട് വരും, സെക്ഷൻ കോർട്ട് വരും, റവന്യൂ കോർട്ട് വരും അല്ലെ. അപ്പൊ അതാത് കേസ് അതാത് ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് വേണം സോൾവ് ചെയ്യാനായിട്ട്. ആൻഡ് ദെൻ നമുക്ക് അപ്പീൽ പോവാം, അപ്ലിക്കേഷൻസ് ഒക്കെ ഇവിടെ കൊടുക്കാനായിട്ട് പറ്റും. അതുകൂടാതെ ഒരു പവർ കൂടിയാണ് പറയുന്നത്, കേസുകൾ സോൾവ് ചെയ്യാതെ അത് മാത്രം അല്ലാതെ വേറൊരു പവർ കൂടി നമുക്കിതിൽ പറയാം. അതായത് എന്താണ്, ലോക്കലായിട്ടും ആ ഒരു അധികാര പരിധിയിൽ, ആ ഒരു ഏരിയയിൽ, ആ ഒരു കോടതിയിലെ ഇപ്പൊ ഡിസ്ട്രിക്ട് ആണെങ്കിൽ ആ ഒരു ഡിസ്ട്രിക്റ്റിലെ ലോക്കലായിട്ടും അവിടെ വേണ്ട കാര്യങ്ങളിൽ ഇടപെടാനും ആ കോടതിക്ക് എന്താണ് അധികാരം ഉണ്ട് എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്.
നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സുപ്രീം കോർട്ടിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് സുപ്രീം കോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് ഞാൻ സുപ്രീം കോർട്ടാണ് നമ്മുടെ ഒരു ഫൈനൽ അതോറിറ്റി എന്ന് പറയുന്നത് അല്ലെ. സുപ്രീം കോർട്ടിന്റെ വിധി ഉണ്ടെങ്കിൽ ബാക്കി എല്ലാ സുപ്രീം കോടതി ഒരു കേസിന് വിധി പറയാണ്. നമ്മുടെ ഹൈക്കോടതിയിലെ ഒരു കേസിന് അപ്പീൽ പോയ ഒരാള് സുപ്രീം കോടതിയിലെത്തി. സുപ്രീം കോടതിയിൽ ആ കേസിന് വിധി പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ കേസ് പരിഗണിച്ച് വിധി വന്നു കഴിഞ്ഞാൽ ഹൈക്കോടതിയിലെ വിധി പിന്നീട് വാല്യൂഡ് അല്ല. സുപ്രീം കോടതിയിലെ വിധിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ സുപ്രീം കോർട്ട് എന്ന് പറയുന്നത്, സുപ്രീം കോർട്ട് എല്ലാത്തിനും ഉപരിയാണെന്ന് പറഞ്ഞു നമ്മള്. അവിടെ നമ്മൾ മെയിൻലി ലീഡ് ചെയ്യുന്നത് ഇപ്പോൾ അമെൻമെന്റ്സ് ഒക്കെ വരുമല്ലോ, ലോകളിൽ അമെൻമെന്റ്സ് ഒക്കെ വരുമ്പോൾ ആ അമെൻമെന്റ്സിനെ റിവ്യൂ ചെയ്യാം, അതിനെന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് പറയാം, അത് അങ്ങനത്തെ കാര്യങ്ങളാണ് അവിടെ ഡീൽ ചെയ്യുന്നത്. ആൻഡ് ദെൻ സുപ്രീം കോർട്ടിൽ ഒരു ചീഫ് ജസ്റ്റിസും 13 അതർ ജഡ്ജസും ആണ് ഉണ്ടാവുന്നത്. ഇനി സുപ്രീം കോർട്ടിന്റെ എന്തൊക്കെയാണ് സുപ്രീം കോർട്ടിന്റെ ജൂറിസ്ട്രിക്ഷൻ എന്നുള്ളത് നോക്കാം. ഒറിജിനൽ ജൂറിസ്ട്രിക്ഷൻ. ഒറിജിനൽ ജൂറിസ്ട്രിക്ഷനിലോട് ഉദ്ദേശിക്കുന്നത് ഒരു ഫെഡറൽ സിസ്റ്റം ആണ് നമ്മുടെ സുപ്രീം കോടതിക്കുള്ളത്. സുപ്രീം കോർട്ടിനുള്ളത് ഒരു ഫെഡറൽ സിസ്റ്റം ആണ്. അവിടെ നമുക്ക് എന്തെന്ന് പറയാം, ഏതൊരു പ്രശ്നത്തിൽ വേണമെങ്കിലും സുപ്രീം കോർട്ടിനെ ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന ഏതൊരു പ്രശ്നത്തിൽ വേണമെങ്കിലും ഇൻവോൾവ് ചെയ്യാനായിട്ടുള്ള അധികാരം ആർക്കുണ്ട്? നമ്മുടെ സുപ്രീം കോർട്ടിനുണ്ട്. അതാണ് ഒറിജിനൽ ജൂറിസ്ട്രിക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ അത് രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലുള്ള പ്രശ്നമാണെങ്കിലും ഒരു കേന്ദ്രഭരണ പ്രദേശവും സ്റ്റേറ്റുകളും തമ്മിലുള്ള പ്രദേശമാണെങ്കിലും എങ്ങനെയാണെങ്കിലും നമുക്ക് അതിലൊക്കെ ഇടപെടാനായിട്ട് സുപ്രീം കോർട്ടിന് അധികാരമുണ്ട്. അതാണ് ഒറിജിനൽ ജൂറിസ്ട്രിക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ the original jurisdiction of Supreme Court is purely federal in nature, has the exclusive authority to decide any dispute between the center and one or more states, between two or more states. അതായത് ഇന്ത്യയിലെ ഏതൊരു പ്രദേശത്ത് നടക്കുന്ന സ്റ്റേറ്റുകൾ തമ്മിലുള്ള പ്രശ്നമായാലും കേന്ദ്രഭരണ പ്രദേശങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളായാലും ശരി, ഏതൊരു പ്രശ്നത്തിലും ഇടപെടാനായിട്ട് നമ്മുടെ സുപ്രീം കോർട്ടിന് പറ്റും. ആ ഒരു അധികാരത്തെയാണ് നമ്മൾ ഒറിജിനൽ ജൂറിസ്ട്രിക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഈസ് ദ റിട്ട് ജൂറിസ്ട്രിക്ഷൻ. റിട്ട് ജൂറിസ്ട്രിക്ഷൻ വരുന്നത് ആർട്ടിക്കിൾ 32-ലാണ് റിട്ട് ജൂറിസ്ട്രിക്ഷനെ കുറിച്ച് പറയുന്നത്. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമാണ് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അവകാശമുള്ളത്. അപ്പൊ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്തെങ്കിലും വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റിട്ട് പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഹൈക്കോടതിക്കും കൊടുക്കാം, സുപ്രീം കോടതിക്കും കൊടുക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ കേസ് പരിഗണിക്കുകയും നമുക്ക് ആ ഒരു വയലേറ്റ് ചെയ്ത ഏത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണോ വയലേറ്റ് ചെയ്തത് അത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് റിട്ട് വഴി റിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് വഴി നേടിയെടുക്കാനായിട്ട് പറ്റും. അതാണ് റിട്ട് ജൂറിസ്ട്രിക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിട്ട് ജൂറിസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ ആർട്ടിക്കിൾ 32 ആണ് റിലേറ്റ് ചെയ്ത് വരുന്നത്. ആർട്ടിക്കിൾ 32 jurisdiction on the Supreme Court to enforce the fundamental rights. The power to issue writs for enforcement for the fundamental rights is given by the Constitution to the Supreme Court and High Court. If any person feel that their fundamental rights is being violated, then the person can directly file a writ and ask for the fundamental rights. അപ്പോൾ റിട്ട് ജൂറിസ്ട്രിക്ഷൻ പറഞ്ഞു, ഒറിജിനൽ ജൂറിസ്ട്രിക്ഷൻ പറഞ്ഞു. അപ്പോൾ ക്ലിയർ ആയല്ലോ എന്താണ് ഒറിജിനൽ ജൂറിസ്ട്രിക്ഷൻ എന്നും റിട്ട് ജൂറിസ്ട്രിക്ഷൻ എന്നും. ഒറിജിനൽ എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഏതൊരു പ്രദേശത്തും സ്റ്റേറ്റുകൾ തമ്മിലായാലും സെന്റർ തമ്മിലുള്ള പ്രശ്നങ്ങളായാലും അവിടെ സുപ്രീം കോടതിന് ഇടപെടാൻ പറ്റും. റിട്ട് ജൂറിസ്ട്രിക്ഷൻ എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഏതൊരു പൗരന്റെയും ഫണ്ടമെന്റൽ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്കാണ് ആർട്ടിക്കിൾ 32 ഇതിൽ വെച്ചിട്ട് നമുക്ക് റിട്ട് ഹൈക്കോടതിക്കും സുപ്രീം കോർട്ടിലേക്ക് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സിനെ നമുക്ക് ലഭിക്കും. നെക്സ്റ്റ് അപ്പീലേറ്റ് ജൂറിസ്ട്രിക്ഷൻ ആണ് പറയുന്നത്. അപ്പീലേറ്റ് ജൂറിസ്ട്രിക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കോടതിയിൽ ഇപ്പൊ ഒരു സബോർഡിനേറ്റ് കോർട്ടിൽ പറഞ്ഞിട്ടുള്ള ഒരു കോടതിയിലെ വിധിക്കാണ് അതിൽ നമ്മൾ സാറ്റിസ്ഫൈ അല്ല, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അപ്പീൽ പോകും അല്ലെ. അപ്പീൽ പോകുമ്പോൾ പിന്നീട് അപ്പീൽ പോകുന്നത് ഹൈക്കോർട്ടിലേക്ക് പോവാം. അപ്പൊ സബോർഡിനേറ്റ് കോർട്ടിൽ നിന്ന് ഹൈക്കോർട്ടിലേക്കാണ് അപ്പീൽ പോവുക. ഹൈക്കോർട്ടിൽ കേസിന് വിധി വന്നു, അപ്പോഴും നമ്മൾ അതില് സാറ്റിസ്ഫൈ അല്ല, അപ്പൊ നമ്മൾ പിന്നീട് അപ്പീൽ കൊടുക്കേണ്ടത് എവിടെയാണ്? അത് സുപ്രീം കോർട്ടാണ്. അപ്പൊ സുപ്രീം കോർട്ട് ഈസ് ദ ഹയസ്റ്റ് കോർട്ട് ഓഫ് അപ്പീൽ എന്നാണ് പറയുന്നത്. അപ്പോൾ അപ്പീലേറ്റ് ജൂറിസ്ട്രിക്ഷൻ അതാണ്. അതായത് അപ്പീൽ പോവാൻ നമുക്ക് ഹയസ്റ്റ് കോർട്ട് ഓഫ് അപ്പീൽ എന്ന് പറയുന്നത് ഏതാണ്? സുപ്രീം കോർട്ടാണ്. ദെൻ അഡ്വൈസറി ജൂറിസ്ട്രിക്ഷൻ. അഡ്വൈസറി ജൂറിസ്ട്രിക്ഷനിൽ പറയുന്നത്
അഡ്വൈസ് കൊടുക്കാന്നാണ്. അതായത് സുപ്രീം കോർട്ടിന് ഒരു പവറും കൂടിയുണ്ട്. എന്താണ്? അഡ്വൈസ് കൊടുക്കാം. അതായത് ഇപ്പൊ നമ്മുടെ ഗവർണർക്ക് സോറി പ്രസിഡന്റിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാം. അതായത് ഇപ്പൊ ഏതെങ്കിലും ഒരു കേസ്, ഏതെങ്കിലും ഒരു ഇപ്പോ ലോ അമെൻമെന്റ് ചെയ്യുക എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. അതാണ് സുപ്രീം കോടതി കൂടുതലായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വരാം, അല്ലെങ്കിൽ ലോ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വരാം, അല്ലെങ്കിൽ ഏതൊരു വിഷയത്തിലായാലും നമ്മുടെ പ്രസിഡന്റിന് ഒരു അഡ്വൈസ് കൊടുക്കാനായിട്ട് സുപ്രീം കോർട്ടിന് അധികാരമുണ്ട്. സുപ്രീം കോർട്ടിന് എന്താണ് ഒരു അഡ്വൈസ് കൊടുക്കാം പ്രസിഡന്റിന്. ഇന്നൊരു കാര്യം ഇതുപോലെ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് ശരിയായില്ല, അങ്ങനെ അദ്ദേഹത്തിന്റെ എന്താണ് പ്രസിഡന്റ് ഇങ്ങനത്തെ ഒരു തീരുമാനം അത് തെറ്റായിപ്പോയി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് സുപ്രീം കോർട്ടിന് പറയാം. പക്ഷേ ഫൈനൽ ഡിസിഷൻ എന്ന് പറയുന്നത് പ്രസിഡന്റിന് ആ ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ ഒരു അഡ്വൈസ് സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. എങ്ങനെയായാലും ഒരു സുപ്രീം കോടതിയുടെ ഒരു പവറാണ് എന്താണ് അഡ്വൈസ് ചെയ്യാനായിട്ട് പറ്റും. ആരെ? പ്രസിഡന്റിനെ ഒരു അഡ്വൈസ് ചെയ്യാനായിട്ട് സുപ്രീം കോർട്ടിന് പറ്റും. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് റിവൈസറി ജൂറിസ്ട്രിക്ഷൻ. ഇതിൽ അഡ്വൈസറി ജൂറിസ്ട്രിക്ഷൻ വരുന്നത് അണ്ടർ ആർട്ടിക്കിൾ 143യുടെ അണ്ടറിലാണ് വരുന്നത്. ദെൻ റിവൈസറി ജൂറിസ്ട്രിക്ഷൻ. റിവൈസറി ജൂറിസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് ഒരു കേസ് നമ്മൾ ഫയൽ ചെയ്ത് കഴിഞ്ഞു, അതിന്റെ ഓർഡറിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, നമ്മൾ ജഡ്ജ്മെന്റ് എടുത്തു, എല്ലാം ഫൈനൽ പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞു. പക്ഷേ കുറച്ച് നാളുകൾക്ക് ശേഷം നമുക്ക് തോന്നാണ് ആ ജഡ്ജ്മെന്റിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ട് എന്ന് തോന്നുമ്പോൾ അതിന് നമ്മൾ ആ എറർ റിമൂവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സെക്ഷനാണ് റിവൈസറി ജൂറിസ്ട്രിക്ഷൻ എന്നോട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റിവൈസറി ജൂറിസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ അണ്ടർ ദ ആർട്ടിക്കിൾ 137ലാണ് വരുന്നത്. അതിൽ എന്താണ് ഡീൽ ചെയ്യുന്നത്? empowered to review any judgment or order made by it with a view to remove any mistakes or error that might have crept in the judgment or order. അതായത് എന്തെങ്കിലും ഓർഡറിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് നമുക്ക് തിരുത്താനുള്ള ഒരു ഓപ്ഷൻ തരുന്നതാണ്, എറേഴ്സ് ഒക്കെ റിമൂവ് ചെയ്യാനുള്ള അവസരം തരുന്നതാണ് റിവൈസറി ജൂറിസ്ട്രിക്ഷനിൽ വരുന്നത്. നമ്മുടെ സുപ്രീം കോർട്ടിന്റെ ജൂറിസ്ട്രിക്ഷൻ പഠിച്ചു. ഒന്ന് ഒറിജിനൽ ജൂറിസ്ട്രിക്ഷൻ, പിന്നെ റിറ്റ് ജൂറിസ്ട്രിക്ഷൻ, നെക്സ്റ്റ് ഈസ് അപ്പീലേറ്റ് ജൂറിസ്ട്രിക്ഷൻ, അഡ്വൈസറി ജൂറിസ്ട്രിക്ഷൻ, റിവൈസറി ജൂറിസ്ട്രിക്ഷൻ. ഇതിന്റെ ആർട്ടിക്കിൾസ് ഒന്നും നോക്കില്ലെങ്കിലും ജസ്റ്റ് എന്തൊക്കെയാണ് ജൂറിസ്ട്രിക്ഷൻ വരുന്നത്, സുപ്രീം കോർട്ടിന്റെ ജൂറിസ്ട്രിക്ഷൻ എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് മൈൻഡ് ചെയ്യാം. പറ്റുവാണെങ്കിൽ മെൻഷൻ ചെയ്യുന്ന ആർട്ടിക്കിൾസ് എങ്കിലും നോക്കി പോവാം. എന്താണ് ഓരോന്നിന്റെ അണ്ടറിൽ വരുന്നതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ദ ജൂറിസ്ട്രിക്ഷൻ ഓഫ് ഹൈക്കോർട്ട്. ഹൈക്കോർട്ടിന്റെ ജൂറിസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? അവിടെയും ഒറിജിനൽ ജൂറിസ്ട്രിക്ഷൻ വരുന്നുണ്ട്, റിറ്റ് ജൂറിസ്ട്രിക്ഷൻ വരുന്നുണ്ട്, അപ്പീലേറ്റ് ജൂറിസ്ട്രിക്ഷൻ ആൻഡ് റിവൈസറി ജൂറിസ്ട്രിക്ഷൻ ആണ് വരുന്നത്. ഇവിടെ 4 ജൂറിസ്ട്രിക്ഷനേ വരുന്നുള്ളൂ. ഹൈക്കോർട്ടിന്റെ അണ്ടറിൽ 4 വരുന്നുള്ളൂ. പക്ഷേ സുപ്രീം കോർട്ടിന്റെ അണ്ടറിൽ 5 ജൂറിസ്ട്രിക്ഷൻ വന്നു. ഹൈക്കോർട്ടിൽ വരാത്തത് ഏത് ജൂറിസ്ട്രിക്ഷൻ ആണ്? അവിടെ വരാത്തത് അഡ്വൈസറി ജൂറിസ്ട്രിക്ഷൻ ആണ്. അപ്പോൾ നമ്മൾ ഓരോ ജൂറിസ്ട്രിക്ഷൻ അറിഞ്ഞിരിക്കണം. കാരണം നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, സുപ്രീം കോർട്ടിന്റെ ജൂറിസ്ട്രിക്ഷനിൽ അണ്ടറിൽ വരാത്തത് ഏത്, അല്ലെങ്കിൽ ഉൾപ്പെടുന്നത് ഏതെന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റണം. അപ്പോൾ ഹൈക്കോർട്ടിന്റെ ജൂറിസ്ട്രിക്ഷനിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, സുപ്രീം കോർട്ടിന്റെ ജൂറിസ്ട്രിക്ഷനിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ സുപ്രീം കോടതിന്റെ ജൂറിസ്ട്രിക്ഷനിൽ എന്തൊക്കെയുണ്ട്? സുപ്രീം കോടതിന്റെ ജൂറിസ്ട്രിക്ഷനിലാണ് നമ്മൾ ഒറിജിനൽ ജൂറിസ്ട്രിക്ഷൻ പറഞ്ഞു, റിറ്റ് ജൂറിസ്ട്രിക്ഷൻ, അപ്പീലേറ്റ് ജൂറിസ്ട്രിക്ഷൻ, അഡ്വൈസറി ജൂറിസ്ട്രിക്ഷൻ ആൻഡ് റിവൈസറി ജൂറിസ്ട്രിക്ഷൻ. ഹൈക്കോർട്ടിലേക്ക് വരുമ്പോൾ അതിൽ അഡ്വൈസറി ജൂറിസ്ട്രിക്ഷൻ മാത്രമില്ല. അപ്പൊ ഒറിജിനൽ ഉണ്ട്, റിറ്റ്, അപ്പീലേറ്റ് ആൻഡ് റിവൈസറി ജൂറിസ്ട്രിക്ഷൻ ആണ് അവിടെ വരുന്നത്. അത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കാം. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് കുറച്ച് ആക്ടുകളാണ്. ആക്ടുകൾ എന്ന് വെച്ചാൽ ഇത് കുറച്ച് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ സെക്ഷൻസ് മെൻഷൻ ചെയ്ത് നോക്കാം, അതാണ് മെയിൻ ആയിട്ട് വേണ്ടത്. പിന്നെ ഇത് ഫോറൻസിക് സയൻസിൽ എന്തൊക്കെ ജൂറിസ്ട്രിക്ഷന്റെ അണ്ടറിൽ എന്തൊക്കെയാണ് ഫോറൻസിക്സിൽ വരുന്നതെന്നാണ്. അതായത് ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ, CRPCയിലൊക്കെ ഫോറൻസിക്കിനെ കുറിച്ചൊക്കെ ഡെഫിനിഷന്, ഫോറൻസിക് എക്സ്പേർട്ടിനെ, ഫോറൻസിക് സയന്റിഫിക്സിനെ ഒക്കെ കുറിച്ചിട്ട് അതിലൊക്കെ ഒരു മെൻഷൻ ചെയ്യുന്ന ആർട്ടിക്കിൾസ് ഉണ്ട്, സെക്ഷൻസ് ഉണ്ട്. അതൊന്നും ജസ്റ്റ് നോക്കാം, അതാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പൊ ഇതില് നമ്മള് CRPCയിലാണ് നോക്കുന്നത്, ക്രിമിനൽ പ്രൊസീജിയർ കോഡ് ഇൻ 1973.
CRPC വരുന്നത് 1973 ഓർക്കാം. സെക്ഷൻ 293 സയന്റിഫിക് എക്സ്പേർട്ടിനെ കുറിച്ച് പറയുന്നത്. സെക്ഷൻ 293 സയന്റിഫിക് എക്സ്പേർട്ട്. അപ്പോൾ CRPC ക്രിമിനൽ പ്രൊസീജിയർ ആക്ട് വരുന്നത് 1973 ഈ 1973 സെക്ഷൻ 293 സയന്റിഫിക് എക്സ്പേർട്ടിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നത്. ഈ സയന്റിഫിക് എക്സ്പേർട്ടില് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ വരുന്നതെന്ന് വെച്ചാൽ ഇതൊരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് റീഡ് ചെയ്യുക, എന്തൊക്കെയാണ് അതിൽ വരുന്നതെന്നുള്ളതെന്നാണ് ജസ്റ്റ് മനസ്സിലാക്കി വെക്കേണ്ടത് അവിടെ. അതായത് ഇപ്പൊ ഒരു കോർട്ടിന് മനസ്സിലാവാത്ത ഒരു കാര്യങ്ങൾ വരാണെന്ന് വിചാരിക്കാം. അതായത് കോർട്ട് ഇപ്പൊ നമ്മളൊരു എക്സ്പേർട്ട്, ഒരു സയന്റിഫിക് എക്സ്പേർട്ട് ഒരു ക്രൈം സോൾവ് ചെയ്ത് ആ ക്രൈം സോൾവ് ചെയ്ത ആ എവിഡൻസും ആ റിപ്പോർട്ടും നമ്മൾ കോർട്ടിലേക്ക് സബ്മിറ്റ് ചെയ്തു. അപ്പോൾ ആ ട്രയൽ നടത്തുന്ന സമയത്ത് കോർട്ട് പറയാണ് ഇതിന് കുറച്ചും കൂടി എക്സ്പ്ലനേഷൻസ് ആവശ്യമാണ് എന്ന് പറയുന്ന സാഹചര്യത്തിൽ നമുക്ക് ഈ സയന്റിഫിക് എക്സ്പേർട്ടിനെ കോടതിയിലേക്ക് വരുത്താം. അതാണ് ആ ഒരു സെക്ഷൻ വരുന്ന അതാണ് സെക്ഷൻ 293 എന്ന് പറയുന്നത്. അതായത് സയന്റിഫിക് എക്സ്പേർട്ട് ആണ് സെക്ഷൻ 293 പറയുന്നത്. സെക്ഷൻ 293 പറയുന്നത് സയന്റിഫിക് എക്സ്പേർട്ട് ആണ്. അതായത് സയന്റിഫിക് എക്സ്പേർട്ടിന്റെ അണ്ടറിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നു എന്നാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതായത് കോർട്ടിലേക്ക് ട്രയലിന്റെ സമയത്ത് നമ്മളൊരു ഫൈനൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. ആ ഫൈനൽ റിപ്പോർട്ടിലെ പല കാര്യങ്ങളും ചിലപ്പോൾ കോർട്ടിൽ എത്തുമ്പോൾ, ഇപ്പൊ ബയോളജിക്കൽ എക്സാമിനേഷൻ നടത്തുന്ന സമയത്ത് നമ്മൾ ഓരോന്നിന് സയന്റിഫിക് ടേംസ് എഴുതിയിട്ടുണ്ടാവും. ചിലപ്പോൾ അതൊന്നും അവർക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പൊ അവിടെ ഒരു എക്സ്പ്ലനേഷൻ ആവശ്യമാണ്. അങ്ങനെ എക്സ്പ്ലനേഷൻ ആവശ്യമായി വരുന്ന സമയത്ത് നമുക്ക് സയന്റിഫിക് എക്സ്പേർട്ടുകളെ കോടതിയിലേക്ക് വിളിപ്പിക്കാം. അതിന് വേണ്ടിയിട്ട് കോടതി സമൻസ് അയക്കും. ആ സബ്ജക്ട് ഇപ്പോൾ കെമിക്കൽ ഫീൽഡ് റിലേറ്റ് ചെയ്ത ആണെങ്കിൽ അവിടുത്തെ കെമിക്കൽ എക്സാമിനർ ആയിരിക്കും അവിടെ സയന്റിഫിക് എക്സ്പേർട്ട് ആയിട്ട് കോടതിയിൽ വരേണ്ടത്. ഇനി ഒരു പോസ്റ്റ്മോർട്ടം ചെയ്ത ആളാണെങ്കിൽ അവിടുത്തെ പോസ്റ്റ്മോർട്ടം ഡോക്ടർ ആയിരിക്കും, ഫോറൻസിക് ഡോക്ടർ ആയിരിക്കും എന്ത് ചെയ്യേണ്ടത്, കോർട്ടിൽ എക്സ്പേർട്ട് ആയിട്ട് വരേണ്ടി വരാം. ദെൻ ഇപ്പോ ഫോറൻസിക് ഓഫീസറിന് അല്ലെങ്കിൽ ആ സയന്റിഫിക് എക്സ്പേർട്ടിന് കോടതിയിൽ ഹാജരാവാൻ പറ്റിയില്ല, എന്തെങ്കിലും പേഴ്സണൽ റീസൺ കൊണ്ട് അദ്ദേഹത്തിന് അവിടെ ഹാജരാവാൻ സാധിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യാം, കോടതി അദ്ദേഹത്തോട് നേരിട്ട് ഹാജരാവാൻ ആവശ്യപ്പെട്ടിട്ടില്ല, ഒരു സയന്റിഫിക് എക്സ്പേർട്ടിനെ മാത്രമേ അവിടെ നിന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളൂ. ആൻഡ് ദെൻ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അദ്ദേഹത്തിന്റെ കൂടെ അല്ലെങ്കിൽ ഈ വർക്ക് ചെയ്യുന്ന ആളുടെ കൂടെ ഉണ്ടായിരുന്ന ഏതെങ്കിലും ഓഫീസേഴ്സിനെ, സയന്റിഫിക് എക്സ്പേർട്ട് ആയിട്ടുള്ള മറ്റൊരു ഓഫീസറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോർട്ടിലേക്ക് ആ കേസ് അറ്റൻഡ് ചെയ്യാൻ നമുക്ക് വിടാവുന്നതാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്? സെക്ഷൻ 293 CRPC സയന്റിഫിക് എക്സ്പേർട്ടിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നത്. CRPC വന്ന് ഇയർ ഓർക്ക 1973 CRPC വന്നിട്ടുള്ളത്. ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നു ഇത് മൊത്തം മഗപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. അതായത് ഒരു സയന്റിഫിക് എക്സ്പേർട്ട് സെക്ഷൻ 293 ഓഫ് CRPC ആണ്. അത് മസ്റ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ്. അതിന്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഓർത്തിരിക്കുക, എന്താണെന്ന് നമുക്കറിയണം. കാരണം ഒരു ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ വരാണെങ്കിൽ നമുക്ക് വായിച്ച് എഴുതാൻ പറ്റണം. അപ്പോൾ ഒരു കോർട്ടിന് മനസ്സിലാവാത്ത ഒരു സയന്റിഫിക് ടേംസോ അല്ലെങ്കിൽ മനസ്സിലാവാത്ത ഒരു റിപ്പോർട്ടിനെ കുറച്ചും കൂടി എക്സ്പ്ലനേഷൻ ആവശ്യമുള്ള സാഹചര്യത്തിൽ കോർട്ടിന് സയന്റിഫിക് എക്സ്പേർട്ടിനെ വിളിക്കാം. ആ സയന്റിഫിക് എക്സ്പേർട്ട് എന്ത് ചെയ്യണം, സമൻസ് അയച്ച് സയന്റിഫിക് എക്സ്പേർട്ടിന് വരാം. അതായത് ഡിപ്പാർട്ട്മെന്റിലായിരിക്കും ഈ സമൻസ് പോകുന്നത്. ആൻഡ് ദെൻ സയന്റിഫിക് എക്സ്പേർട്ടിന് അദ്ദേഹത്തിന് കോർട്ടിൽ പ്രസന്റ് ആവാൻ പറ്റില്ല, പേഴ്സണലി എന്തെങ്കിലും ഇഷ്യൂ കാരണം അദ്ദേഹത്തിന് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്താണ്, അദ്ദേഹത്തിനോട് നേരിട്ട് എത്താൻ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിനോട് ചിലപ്പോൾ കോർട്ട് മെൻഷൻ ചെയ്യും ആ കേസ് ഡീൽ ചെയ്തത് ആരാണോ അദ്ദേഹം തന്നെ റിപ്പോർട്ട് ചെയ്യണമെന്ന്. അങ്ങനെ മെൻഷൻ ചെയ്യാത്ത പക്ഷം, അങ്ങനെ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അദ്ദേഹത്തിന്റെ ഒപ്പം സയന്റിഫിക് എക്സ്പേർട്ട് ആയിട്ട് അദ്ദേഹത്തിന്റെ അസിസ്റ്റൻസ് ഒക്കെ കൂടി ഉണ്ടാവും. അവർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കോർട്ടിൽ വന്നിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഒരു സയന്റിഫിക് എക്സ്പ്ലനേഷൻ കൊടുക്കാനായിട്ട് പറ്റും. എന്തൊക്കെ സെക്ഷൻസ് ആണ് ഇതിന്റെ അണ്ടറിൽ വരുന്നതെന്നാണ് ജസ്റ്റ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. കെമിക്കൽ എക്സാമിനേഷൻസിന് പോവാം. പിന്നെ ചീഫ് ഇൻസ്പെക്ടർ ഓഫ് എക്സ്പ്ലോസീവ്, ദ ഡയറക്ടർ ഓഫ് ഫിംഗർ പ്രിന്റ് ബ്യൂറോ, ദ ഡയറക്ടർ ആൻഡ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓർ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് ദ സെൻട്രൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറി ഓർ സ്റ്റേറ്റ് ഫോറൻസിക് സയൻസ് ലബോറട്ടറി, ദ സെറോളജിസ്റ്റ് ടു ദ ഗവൺമെന്റ്. ജസ്റ്റ് ഈ CRPCയിൽ ഓർക്കേണ്ട ഇത്രേ ഉള്ളൂ. CRPC വന്നത് 1973 സെക്ഷൻ 293
സയന്റിഫിക് എക്സ്പേർട്ടിനെ കുറിച്ച് പറയുന്നത്. അറ്റ്ലീസ്റ്റ് അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ബാക്കിയുള്ളതൊക്കെ പറഞ്ഞിട്ടുള്ളത് ഒരു ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്കത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് അത്രയും പോയിന്റ്സ് അവിടെ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ്, ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്ന് പറയുന്നത് 1872 ഇന്ത്യൻ എവിഡൻസ് ആക്ട് വന്നിട്ടുള്ളത്. ഇന്ത്യൻ എവിഡൻസ് ആക്ടില് ഒപ്പീനിയൻ ഓഫ് എക്സ്പേർട്ട് വരുന്നത് സെക്ഷൻ 45 അപ്പോൾ ഇന്ത്യൻ എവിഡൻസ് ആക്ടില് സെക്ഷൻ 45 ഒപ്പീനിയൻ ഓഫ് എൻ എക്സ്പേർട്ട് എന്ന് പറയുന്ന ടേം മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സെക്ഷൻ 45 ഒപ്പീനിയൻ ഓഫ് എക്സ്പേർട്ട് ആണ്. അവിടെ ഇന്ത്യൻ എവിഡൻസ് ആക്ടിന്റെ ഇയർ ഓർത്തിക്കുക, 1872 ആണ്. ഇവിടെയും എക്സ്പേർട്ടിനെ കോടതി വിളിക്കുന്ന ഒരു ഇതാണ്. എന്തിനാണ്? കോടതിക്ക് ഒരു ഒപ്പീനിയൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ സയന്റിഫിക് എക്സ്പേർട്ട് എന്തായിരുന്നു? അവർ കൊടുത്ത ഒരു റിപ്പോർട്ടിനെയാണ് അവിടെ എന്ത് ചെയ്തത്? എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോർട്ട് സയന്റിഫിക് എക്സ്പേർട്ടിനെ വിളിച്ചത്. എന്നാൽ ഇവിടെ ഒപ്പീനിയൻ ഓഫ് എക്സ്പേർട്ട് എന്ന് പറയുന്നത് ഒരു കോർട്ടിലേക്ക് ഒരു ഫോറിൻ ലോ വരാം, അല്ലെങ്കിൽ സയൻസ്, ആർട്ട്, ഓർ ഒരു ഐഡന്റിഫൈ ദ ഹാൻഡ് റൈറ്റിംഗ് അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് എന്നീ കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും കാര്യങ്ങൾ വന്നു. അപ്പോൾ കോർട്ടിൽ അത് ചിലപ്പോ കോർട്ടിന് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കോർട്ടിന് അതിന്റെ ഒരു ഒപ്പീനിയൻ വേണം എന്നുണ്ടെങ്കിൽ കോർട്ടിന് എന്ത് ചെയ്യാം? ഒരു എക്സ്പേർട്ടിനെ ആ ഒരു ഫീൽഡിൽ, ഫോറിൻ ലോ ആയിക്കോട്ടെ, സയൻസ്, ആർട്ട് ആൻഡ് റിലവന്റ് ഫാക്ട് ആയിക്കോട്ടെ, ഏതൊരു ഫാക്റ്റിലായിക്കാലും അതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളെ എന്ത് ചെയ്യാൻ പറ്റും? കോടതിക്ക് വിളിക്കാനായിട്ട് പറ്റും. കോടതിക്ക് വിളിക്കാം. അതാണ് ഒപ്പീനിയൻ ഓഫ് എക്സ്പേർട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതിനൊരു കുറെ പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. സമൻസ് അയച്ചിട്ടൊക്കെയാണ് വിളിക്കേണ്ടത്. ഇങ്ങനെ ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്ന് പറയുന്നത് 3 പാർട്ടായിട്ടാണ് വരുന്നത്. 11 ചാപ്റ്റേഴ്സ് ഉണ്ട്, 167 സെക്ഷൻസ് ഉണ്ട്. ആൻഡ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്താ പറയാ, ആക്ട് കമ്മിങ് ടു ഫോഴ്സ് എന്ന് പറയുന്നത് 1972 സെപ്റ്റംബർ 1 ആണ്. അപ്പോൾ മെയിൻലി എന്തൊക്കെ കാര്യങ്ങൾ ഓർക്കണം? നമ്മൾ CRPC പറഞ്ഞു, 1973 CRPC വന്നത്. 293 നമ്മൾ എന്ത് പറഞ്ഞത്? സയന്റിഫിക് എക്സ്പേർട്ടിനെ കുറിച്ച് പറഞ്ഞു. സയന്റിഫിക് എക്സ്പേർട്ട് എന്ന് പറയുന്നത് ആ കേസ് ഡീൽ ചെയ്ത എക്സ്പേർട്ട് ആണ് വരുന്നത് അവിടെ. പക്ഷെ ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ ഒപ്പീനിയൻ ഓഫ് എക്സ്പേർട്ടിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 45 അത് ഡീൽ ചെയ്യുന്നത്. ഇവിടെ എന്താണ് കോടതി എന്തിനാ വിളിപ്പിക്കുന്നത്? അവിടെ ഒരു ഫോറിൻ ലോയോ അല്ലെങ്കിൽ സയൻസ്, ആർട്ട്, ഇതിപ്പോ ആ ഒരു ഫോറൻസിക് ഒരു എക്സ്പേർട്ട് ഈ കേസ് ഡീൽ ചെയ്തിട്ടുണ്ടാവണമെന്നില്ല. പക്ഷെ എന്താണ്, അദ്ദേഹം ഒപ്പീനിയൻ ആണ്, കോടതി ഒരു ഒപ്പീനിയൻ ആണ് എടുക്കുന്നത്. അല്ലെങ്കിൽ കോടതിക്ക് മനസ്സിലാവാത്ത ഫോറിൻ ലോ, സയൻസ്, ആർട്ട് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ എന്താണ് ഒരു ഒപ്പീനിയൻ, ഇതെന്താണ്, അല്ലെങ്കിൽ ഈ സയന്റിഫിക് ടേം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾക്കുള്ള ഒരു ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവിടെ എക്സ്പേർട്സിനെ വിളിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എക്സ്പേർട്ട് ടെസ്റ്റിമോണി ആൻഡ് വിറ്റ്നസിനെ കുറിച്ചിട്ടാണ്. എന്താണ് എക്സ്പേർട്ട് ടെസ്റ്റിമോണി വിറ്റ്നസ് എന്നോട് ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു എക്സ്പേർട്ട് ആ ക്രൈം എന്താണ് അല്ലെങ്കിൽ ഒരു ഫോറൻസിക് എക്സ്പേർട്ട് എന്ന് പറയാം, അദ്ദേഹവും ഒരു വിറ്റ്നസും തമ്മിലുള്ള കാര്യങ്ങളാണ് കോർട്ട് പ്രൊസീജിയേഴ്സ് ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അതാണ് കോർട്ട് പ്രൊസീജിയേഴ്സ് ആണ് പറയുന്നത്. സെക്ഷൻ 135 ഓഫ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഇൻ 1872 ഇത് വരുന്നത്. അപ്പോൾ സെക്ഷൻ 135 ഓഫ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് ാണ് എന്ത് പറയുന്നത്? എക്സ്പേർട്ട് ടെസ്റ്റിമോണി ആൻഡ് വിറ്റ്നസിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്താണ് എക്സ്പേർട്ട് ടെസ്റ്റിമോണി ആൻഡ് വിറ്റ്നസ് ഏത് സെക്ഷനിലാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം 137 ആണ് ഇന്ത്യൻ എവിഡൻസ് ആക്ടിലാണ് വരുന്നത് എന്ന് നമ്മൾ ഓർത്തു വെക്കാം. ഒരു കോർട്ടിലെ പ്രൊസീജിയർ എന്ന് പറയുന്നത് എക്സാമിനേഷൻ ഉണ്ട്, ക്രോസ് എക്സാമിനേഷൻ ഉണ്ട്, റീ എക്സാമിനേഷൻ ഉണ്ട്. ഇങ്ങനെ 3 കാര്യങ്ങളാണ് ഒരു കോർട്ടിന്റെ പ്രൊസീജിയറിൽ നടക്കുന്നത്. അപ്പൊ ഒരു കോർട്ട് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എക്സാമിനേഷൻ ഇൻ ചീഫ് ഉണ്ട്, ആൻഡ് ക്രോസ് എക്സാമിനേഷൻ നടക്കും, റീ എക്സാമിനേഷൻ നടക്കും. അപ്പോ സിംപ്ലി ഒരു സമ്മറി പോലെ ഞാൻ ആദ്യം പറയാം. എന്താണ് രണ്ട് പേര് തമ്മിൽ ഒരു വഴക്കുണ്ട്. സപ്പോസ് ഒരു എയും ബിയും തമ്മിലൊരു വഴക്കുണ്ട്. എ എന്ന് പറയുന്ന ഒരാളും ബി എന്ന് പറയുന്ന ഒരാളും തമ്മിൽ ഒരു വഴക്കുണ്ടായെന്ന് വിചാരിക്കാം. അങ്ങനെ ഒരു വഴക്കുണ്ടായിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അവർ തമ്മിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായെന്ന് വിചാരിക്കാം, അവർ തമ്മിൽ ഫൈറ്റ് ചെയ്തു എന്തെങ്കിലും വിചാരിക്കാം. അപ്പോ നമ്മള് ആ കേസ് കോടതിയിലെത്തുമ്പോൾ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് അവിടെ കടന്നു പോകുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് നടക്കുന്നത് എക്സാമിനേഷൻ ഇൻ ചീഫ് ആണ്.
അതായത് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മള് ഇപ്പൊ എ എന്ന് പറയുന്ന ആള് ചിലപ്പോൾ നിരപരാധി ആയിരിക്കാം അല്ലെ, ബി എന്ന് പറയുന്ന ആളാണ് കുറ്റം ചെയ്തിരിക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ എ എന്ന് പറയുന്ന ആളെ എന്ത് ചെയ്യുന്നു, എക്സാമിൻ ചെയ്യും. അപ്പൊ എ എന്ന് പറയുന്ന ആൾക്ക് ഒരു വക്കീൽ ഉണ്ടായിരിക്കും, ഒരു അപ്പൊ എ എന്ന് പറയുന്ന ഒരാൾക്കും ഒരു അഡ്വക്കേറ്റ് ഉണ്ടായിരിക്കും, ബി എന്ന് പറയുന്ന ഒരാൾക്കും അഡ്വക്കേറ്റ് ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഈ എ എന്ന് പറയുന്ന ആളുടെ അഡ്വക്കേറ്റ് ആയിരിക്കും ആദ്യം എക്സാമിൻ ചെയ്യുന്നത്. എ എന്ന് പറയുന്ന ആളെ തന്നെയായിരിക്കും ആദ്യം എക്സാമിൻ ചെയ്യുക. അദ്ദേഹത്തിനോട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇപ്പൊ ചോദിക്കുകയാണ്, നിങ്ങൾ ഇന്ന സ്ഥലത്ത് വെച്ചിട്ടാണല്ലേ വഴക്കുണ്ടാക്കിയത്, ഇന്ന സ്ഥലത്ത് വെച്ച് അല്ലെങ്കിൽ നിന്റെ ഇങ്ങനെ മുഖത്തടിച്ചു അല്ലേ, അങ്ങനെയൊക്കെ ഉള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവിടെ ചോദിക്കുന്നത്. ഇന്ന സമയത്തായിരിക്കും അല്ലേ, അതായത് 12 മണിക്കാണല്ലേ നിന്നിങ്ങനെ ഇയാൾ ഇത്ര കൃത്യം ചെയ്തത്, അങ്ങനെയുള്ള രീതിയിലുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവിടെ മെയിൻലി ചോദിക്കുന്നത്. അതായത് ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ടൈപ്പ് ആയിരിക്കും. അതായത് നീ ഒരു 12 മണി എന്ന് പറയുന്ന സമയത്താണ് ഈ ക്രൈം ഇങ്ങനെ നിങ്ങൾ തമ്മിൽ ഫൈറ്റ് ഉണ്ടായത് എന്ന് ചോദിച്ചത്, അങ്ങനെയായിരിക്കും ആ ഒരു ലോയർ ചോദിക്കുന്നത്. അപ്പൊ അവിടെ എന്താണ്, അവിടെ ആ വിറ്റ്നസിന് ആൾക്ക് യെസ് ഓർ നോ പറയാനുള്ള ഇതേ ഉള്ളൂ, അല്ലാണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ട ആവശ്യം വരുന്നില്ല. ദെൻ പിന്നെയാണ് വരുന്നത്, പിന്നെ ഒരു വിറ്റ്നസും കൂടി ഉണ്ട്, ഹോസ്റ്റൈൽ വിറ്റ്നസ് എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. ഹോസ്റ്റൈൽ വിറ്റ്നസ് എന്ന് പറയുന്നത് ഒപ്പോസിംഗ് പാർട്ടിയുടെ വിറ്റ്നസ് ആണ് എന്തെന്ന് പറയുന്നത്, ഹോസ്റ്റൈൽ വിറ്റ്നസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഒപ്പോസിംഗ് പാർട്ടി ഒരു വിറ്റ്നസിനെ കൊണ്ടുവരാണ്, അതാണ് ഹോസ്റ്റൈൽ വിറ്റ്നസ് എന്ന് പറയുന്നത്. ഹോസ്റ്റൈൽ വിറ്റ്നസ് എന്ന് വെച്ചാൽ അദ്ദേഹം ഈ ഈ എയും ബിയും എന്ന് പറയുന്ന രണ്ടുപേര് തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നത് കണ്ട ഒരാളാണ് എന്തെന്ന് പറയുന്നത് ഹോസ്റ്റൈൽ വിറ്റ്നസ് എന്ന് പറയുന്നത്. ഈ ഹോസ്റ്റൈൽ വിറ്റ്നസ് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് നമുക്കിപ്പോ സി എന്ന് കൊടുക്കാന്ന് വിചാരിക്കാം. അദ്ദേഹം വന്നിട്ട് പറയാണ്, എയും ബിയും തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടു, പക്ഷെ എന്താണ്, ബി ആണ് ആദ്യം, എ ആണ് ആദ്യം ഫൈറ്റ് ചെയ്തത്, ബി അല്ല. അങ്ങനെ ബീനെ, ഒപ്പോസിംഗ് പാർട്ടി ഇതൊന്നും ചെയ്തിട്ടില്ല എന്ന രീതിയിൽ പറയുന്നതാണ് ഹോസ്റ്റൈൽ വിറ്റ്നസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ക്രോസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്, ക്രോസ് എക്സാമിനേഷനിൽ വരുന്നത് ഓപ്പോസിംഗ് പാർട്ടിയിലെ ലോയർ വന്നിട്ട് എ എന്ന് പറയുന്ന ആളെ എക്സാമിൻ ചെയ്യും വീണ്ടും. അതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് ക്രോസ് എക്സാമിനേഷനിൽ വരുന്നത്. ക്രോസ് എക്സാമിനേഷനിൽ മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുക എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനൊരു ക്രൈം അത് ചെയ്തിട്ടില്ല എന്ന് കാണിക്കാനാണ്. അതായത് ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ ബി എന്ന് പറയുന്ന ഒരാള്, ബീരെ ലോയർ ആണ് നമ്മുടെ ക്രോസ് എക്സാമിനേഷനിൽ വരുന്നത്. അപ്പൊ അവിടെ പറയുന്നത് എന്താണ്, ബി ഈ കൃത്യമൊന്നും ചെയ്തിട്ടില്ല എന്ന് കാണിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവിടെ കൂടുതലുമായിട്ട് ചോദിക്കുന്നത്. ആൻഡ് ദെൻ റീ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. റീ എക്സാമിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ വീണ്ടും റീകോൾ ചെയ്യാം, വേണമെന്നുള്ള സാഹചര്യത്തിലാണ് റീ എക്സാമിനേഷൻ നടത്തുക. അതായത് ലോയേഴ്സ് ആവശ്യപ്പെടുന്ന പക്ഷമാണ് റീ എക്സാമിനേഷൻ നടത്തുന്നത്. റീ എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ എ എന്ന പാർട്ടി തന്നെ വീണ്ടും വരും. അപ്പൊ എന്താണ്, എ എന്ന പാർട്ടി വരും, എ എന്ന പാർട്ടീനാണ് ഇപ്പൊ ലോയർ പറയാണ്, എ എന്നൊരു പാർട്ടീനെ എനിക്ക് വീണ്ടും റീ എക്സാമിനേഷൻ ചെയ്യണമെന്നാണ് പറയുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ എന്താണ്, അപ്പൊ അവിടെ എക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ്, അദ്ദേഹത്തിന്റെ നിരപരാധിത്വം തെളിയിക്കാനായിട്ട് ഒരു അവസരം അവിടെ ലഭിക്കുകയാണ് ചെയ്യുന്നത്. സോ ഇത്രയും കാര്യമാണ് കോർട്ട് ഓഫ് പ്രൊസീജിയേഴ്സിൽ വരുന്നത്. അപ്പോ കോർട്ട് ഓഫ് പ്രൊസീജിയേഴ്സിന്റെ ഒരു ജസ്റ്റ് സമ്മറിയാണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്കൊന്ന് ജസ്റ്റ് എന്തൊക്കെയാണ് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് എന്ന കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. അപ്പൊ കോർട്ട് ഓഫ് പ്രൊസീജിയർ എന്ന് പറയുന്നത് എന്താണ്, സെക്ഷൻ 137 ഇന്ത്യൻ എവിഡൻസ് ആക്ടിലാണ് വരുന്നത്. ഇതില് 3 സെക്ഷൻസ് ആണ് മെയിൻലി ഡീൽ ചെയ്യുന്നത്, എക്സാമിനേഷൻ ഇൻ ചീഫ്, ക്രോസ് എക്സാമിനേഷൻ ആൻഡ് റീ എക്സാമിനേഷൻ. എക്സാമിനേഷൻ ഇൻ ചീഫ് എന്ന് പറയുന്നത് എന്താണ്, ദ എക്സാമിനേഷൻ ഓഫ് എ വിറ്റ്നസ് ബൈ ദ പാർട്ടി ഹു കോൾസ് ഹിം ഷാൽ ബി കോൾഡ് ഹിസ് എക്സാമിനേഷൻ ഇൻ ചീഫ് is the questioning of the witness by the party who called him or her, also known as the direct examination, and is performed to obtain evidence in support of facts. അപ്പോൾ എക്സാമിനേഷൻ ഇൻ ചീഫ് ചെയ്യുന്നത് ആ വിറ്റ്നസിന്റെ ലോയർ ആയിരിക്കും അവിടെ എക്സാമിനേഷൻ ചെയ്യുന്നത്. അത് കുറച്ച് സപ്പോർട്ട് ഓഫ് എവിഡൻസ് ഉണ്ടായിരിക്കും, അത് വെച്ചിട്ടായിരിക്കും അവിടെ എക്സാമിനേഷൻ നടത്തുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ എയും ബിയും തമ്മിൽ ഫൈറ്റ് നടക്കുന്നത്, അപ്പൊ അവിടെ എന്തെങ്കിലും എവിഡൻസ് ഉണ്ട്, എക്കാണ് കൂടുതൽ പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ എയുടെ ലോയർ പറയും ആ എവിഡൻസും കുറെ എവിഡൻസ് ഒക്കെ നിരത്തി വെച്ചിട്ടായിരിക്കും അവിടെ എന്ത് ചെയ്യുന്നത്, അവിടെ
അവിടെ അവരെന്ത് ചെയ്യുന്നത്, അവിടെ എക്സാമിനേഷൻ ചെയ്യുന്നത്. പിന്നെ അവിടെ നമുക്ക് ലീഡിംഗ് ക്വസ്റ്റ്യൻസ് ആണ് മിക്കപ്പോഴും ചോദിക്കാം. ലീഡിംഗ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ ദാറ്റ് സജസ്റ്റ് ദ ആൻസർ ഓർ കണ്ടെയ്നിങ് ദ ഇൻഫർമേഷൻ ദാറ്റ് എക്സാമിനേഷൻ ഈസ് ലുക്കിംഗ് ഫോർ. അതായത് ആ ക്വസ്റ്റ്യനിൽ തന്നെ ആൻസർ ഉണ്ടായിരിക്കും. അങ്ങനത്തെ ലീഡിംഗ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും എക്സാമിനേഷൻ ഇൻ ചീഫിൽ ചോദിക്കാം. ഫോർ എക്സാമ്പിൾ, ദ കുക്ക് കഫേ ഓൺ ദ നൈറ്റ് December 25 weren't you? അതുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? അതിൽ ഉദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ, December 25th നീ ദ കുക്ക് കഫേയിലായിരുന്നു അല്ലേ എന്ന രീതിയിലാണ് ചോദിക്കുന്നത്. അപ്പൊ അവിടെ നമുക്ക് യെസ് ഓർ നോ എന്ന് പറയുന്ന ഒരു ആൻസർ മാത്രമേ നമുക്ക് അവിടെ കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ എന്താണ്, നോൺ ലീഡിംഗ് ക്വസ്റ്റ്യൻസും ചോദിക്കാം. നോൺ ലീഡിംഗ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അവിടെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടായിരിക്കും ആൻസർ പറയേണ്ടി വരാം. പിന്നെ പറയുന്നതാണ് ഹോസ്റ്റൈൽ വിറ്റ്നസ്, അല്ലെ? ഹോസ്റ്റൈൽ വിറ്റ്നസ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് എൻ അൺഫേവറബിൾ വിറ്റ്നസ് എന്ന് നമുക്ക് പറയാം. അതായത് എ എന്ന് പറയുന്ന പാർട്ടിയോട് ഓപ്പോസിംഗ് ആയിട്ട് വരുന്ന ഒരു വിറ്റ്നസ് ആയിരിക്കാം അതാണ് അൺഫേവറബിൾ വിറ്റ്നസ് എന്ന് പറയുന്നത്. അദ്ദേഹം എന്താ ചെയ്യുന്നത്? ഇസ് എ വിറ്റ്നസ് അറ്റ് ട്രയൽ ഹൂസ് ടെസ്റ്റിമോണി ഓൺ ദ ഡയറക്ട് എക്സാമിനേഷൻ ഈസ് ഓപ്പൺലി ആന്റഗോണിസ്റ്റിക് ഓർ ഓപ്പോസിറ്റ് ടു ദ ലീഗൽ പൊസിഷൻ ഓഫ് ദ പാർട്ടി ഹു കോൾഡ് ദ വിറ്റ്നസ്. അതായത് ഓപ്പോസിറ്റ് പാർട്ടിയുടെ ഒരു വിറ്റ്നസ് ആണ് വരുന്നത്. അദ്ദേഹം എന്താ ചെയ്യാം? ഇപ്പോൾ എ എന്ന് പറയുന്ന പാർട്ടിയുടെ പാർട്ടി ഇത് ചെയ്തു, എന്റെ ബി എന്ന് പറയുന്ന ആള് നിരപരാധിയാണ് എന്ന രീതിയിലായിരിക്കും അദ്ദേഹം വിറ്റ്നസ് കൊടുക്കുന്നത്. നെക്സ്റ്റ് ഈസ് ക്രോസ് എക്സാമിനേഷൻ. ക്രോസ് എക്സാമിനേഷനിൽ ഡിഫൻസ് ലോയർ ആണ് അവിടെ വരുന്നത്. അതായത് ഓപ്പോസിറ്റ് പാർട്ടിയുടെ ലോയർ ആണ് അവിടെ വരുന്നത്. അദ്ദേഹമായിരിക്കും അവിടെ എക്സാമിൻ നടത്തുന്നത്. അപ്പൊ ക്രോസ് എക്സാമിനേഷൻ, ദ എക്സാമിനേഷൻ ഓഫ് ദ വിറ്റ്നസ് by the adverse party shall be called his cross examination. Is the interrogation of witness called by one's opponent. The leading questions are permitted in cross examination. The main purpose of the cross examination is to be obtain favorable facts to impact the credibility of the testifying witness. അതായത് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ക്രോസ് എക്സാമിനേഷൻ നടത്തുമ്പോൾ ഇപ്പൊ എ എന്ന് പറഞ്ഞാലും ബി എന്ന് പറയും, ബിയുടെ ലോയർ ആയിരിക്കും ക്രോസ് എക്സാമിനേഷനെ നമ്മൾ വിളിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും? ബി എന്ന് പറയുന്ന ഒരാള് ഈ ക്രൈം ഒന്നും ചെയ്തിട്ടില്ല എന്ന രീതിയിൽ വരുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും എനോട് ചോദിക്കാം. അപ്പൊ കൺഫ്യൂസിങ് ആക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും അവിടെ പറയുന്നത്. Then re-examination. Where a witness has been cross-examined and it is the examined by the party who called him. Such examination shall be called his re-examined. It is also called direct examination. Is the trial process by which the party who offered the witness has a chance to explain the testimony brought out by the opponent during the cross examination. അതായത് ഈ ഒരു റീ എക്സാമിനേഷൻ ചെയ്യുമ്പോൾ എ എന്ന് പറയുന്ന ആൾക്കൊരു എന്താ പറയാ, ഒരു ചാൻസ് കിട്ടാണ് അദ്ദേഹത്തിന് നിരപരാധിത്വം തെളിയിക്കാനുള്ള ഒരു ചാൻസ് ആണ് കിട്ടുന്നത്. അപ്പൊ ഈ കോർട്ട് പ്രൊസീജിയേഴ്സിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? എക്സാമിനേഷൻ ഇൻ ചീഫ് ഉണ്ട്, പിന്നെ ക്രോസ് എക്സാമിനേഷൻ വരുന്നുണ്ട്, പിന്നെ വരുന്നത് എന്താണ്? റീ എക്സാമിനേഷൻ ആണ് വരുന്നത്. ഇനി നമുക്ക് ഇത്രയും പഠിച്ച ഭാഗത്ത് നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് നമുക്ക് നോട്ട് ചെയ്യാം. കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, ഒരു 5 ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പം ഇട്ടിട്ടുള്ളൂ. ഫസ്റ്റ് മൊഡ്യൂള് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഹു ഡെവലപ്ഡ് ദ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഡോക്യുമെന്റ് എക്സാമിനേഷൻ. നമ്മൾ ഡോക്യുമെന്റ് എക്സാമിനേഷനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ ഹു ഡെവലപ്ഡ് ദ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഡോക്യുമെന്റ് എക്സാമിനേഷൻ എന്ന് ചോദിച്ചാൽ ആരാണത്? ആൽബർട്ട് ഓസ്ബോൺ ആണ് അല്ലെ? ആൽബർട്ട് ഓസ്ബോൺ ആണ് എന്ത് ചെയ്തത്? ഡെവലപ്പ് ചെയ്തത് നമുക്ക് പറയാം. ഹു ഡെവലപ്പ് ദ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഡോക്യുമെന്റ് എക്സാമിനേഷൻ എന്ന് വെച്ചാൽ അത് ആൽബർട്ട് ഓസ്ബോൺ ആണ് അല്ലെ? ആൽബർട്ട് ഓസ്ബോൺ ആണ്. ആൽബർട്ട് ഓസ്ബോൺ അദ്ദേഹം ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? അദ്ദേഹത്തിന്റെ ബുക്കിന്റെ നെയിം എന്തായിരുന്നു? ക്വസ്റ്റനൈസ്ഡ് ഡോക്യുമെന്റ് എന്നായിരുന്നു. Then who popularized the scientific crime detection method? ക്രൈം ഡിറ്റക്ഷൻ മെത്തേഡ് നമ്മൾ ഹിസ്റ്ററി പഠിച്ചിരുന്നു. ക്രൈം ഡിറ്റക്ഷൻ മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അല്ലെങ്കിൽ കൊണ്ടുവന്നത് ആരാണ് അല്ലെ? അപ്പോ 18th century തൊട്ടാണ് ക്രൈം ഡിറ്റക്ഷൻ ഒരു പോപ്പുലറൈസ് ചെയ്ത് വന്നു തുടങ്ങിയത്.
അത് ആരായിരുന്നു പോപ്പുലറൈസ് ചെയ്തിരുന്നത്? അത് നമ്മുടെ സർ ആർത്തർ കൊനാൻ ആയിരുന്നു അല്ലെ. ആർത്തർ കൊനാൻ. ഓപ്ഷൻസ് ശ്രദ്ധിക്കണം. സർ ആർത്തർ കൊനാൻ ഡോയ്ലി ഉണ്ട്, സർ ആർത്തർ കൊനാൻ ബോയിൽ ഉണ്ട്, ഫ്രാൻസിസ് കാൾട്ടൺ ആൻഡ് കാൽവിൻ ഉണ്ട്. ഇത് നമ്മുടെ കൺഫ്യൂസ്ഡ് ആക്കും അല്ലെ. അപ്പോ സർ ആർത്തർ കൊനാൻ ഡോയ്ലി ആണ് എന്തെന്ന് പറയുന്നത് ക്രൈം ഡിറ്റക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത് പോപ്പുലറൈസ് ചെയ്തത്. അപ്പൊ ആരാണ് പോപ്പുലറൈസ് ചെയ്തത്? സർ ആർതർ കൊനാൻ ഡോയ്ലി ആണ് എന്ത് ചെയ്തത്? അത് പോപ്പുലറൈസ് ചെയ്തെന്ന് ഓർക്കാം. അതായത് ഷെർലക് ഹോംസ് എന്ന് പറയുന്ന ഒരു ഫിക്ഷണൽ ക്യാരക്ടറിനെ കൊണ്ടുവന്ന് ക്രൈം ഡിറ്റക്ഷൻ എന്ന് പറയുന്ന ഫീൽഡ് ഒന്ന് പോപ്പുലറൈസ് ചെയ്തത് സർ ആർതർ കൊനാൻ ഡോയ്ലി ആണെന്നുള്ള കാര്യം ഓർക്കാം. Next question. The concept of Locard exchange of principle that suggests that Locard exchange principle നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു Locard exchange principle എന്ന്? അതെന്താണ് സജസ്റ്റ് ചെയ്യുന്നതാണ്. ഓപ്ഷൻ എ, every person has unique fingerprint. ഓപ്ഷൻ ബി, a criminal will always leave behind trace evidence at a crime scene. C, DNA evidence can only be collected from blood. Option D, a crime scene must be immediately cleaned to avoid contamination. അപ്പൊ ഇതിൽ ഏതായിരിക്കും നമ്മുടെ ലൊക്കാർഡ് എക്സ്ചേഞ്ച് പ്രിൻസിപ്പിൾ ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത്? എന്താണ് ലൊക്കാർഡ് എക്സ്ചേഞ്ച് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്? ബി എൽ ഓപ്ഷൻ, എ ക്രിമിനൽ വിൽ ഓൾവേസ് ലീവ് ബിഹൈൻഡ് ട്രേസ് എവിഡൻസ് അറ്റ് എ ക്രൈം സീൻ. അതാണ് എന്തെന്ന് പറയുന്നത്? ലൊക്കാർഡ് എക്സ്ചേഞ്ച് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതാണ് ലൊക്കാർഡ് എക്സ്ചേഞ്ച് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അല്ലെ. ലൊക്കാർഡ് എക്സ്ചേഞ്ച് പ്രിൻസിപ്പിൾ ആരാണ് ഡെവലപ്പ് ചെയ്തത്? അത് വെച്ചാൽ നമ്മുടെ എഡ്മണ്ട് ലൊക്കാർഡ് ആണ് ലൊക്കാർഡ് എക്സ്ചേഞ്ച് പ്രിൻസിപ്പിൾ കൊണ്ടുവന്നത് അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി വിച്ച് പ്ലേസ് എ ക്രിട്ടിക്കൽ റോൾ ഇൻ ദ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ദ അഡ്ജുഡിക്കേഷൻ ഓഫ് ക്രൈം ഇൻ അവർ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം. അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കണം. ഇറ്റ് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ആപ്ലിക്കേഷൻ എവിടെയാണ്? ക്രിട്ടിക്കൽ റോൾ ഇൻ ദ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ ഓഫ് ദ ക്രൈം ഇൻ അവർ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം. അതേതാ നമ്മൾ പറഞ്ഞേ? അതിന്റെ ആൻസർ എന്തായിരിക്കും വരാം? ഓപ്ഷൻ എ, മോളിക്കുലാർ സയൻസ്. ഓപ്ഷൻ ബി, ബിഹേവിയറൽ സയൻസ്. ഓപ്ഷൻ സി, ഫോറൻസിക് സയൻസ്. ഓപ്ഷൻ ഡി, കമ്പ്യൂട്ടർ സയൻസ്. അപ്പൊ നമ്മൾ പഠിച്ചതാണ് എന്താണ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഇൻ സോൾവ് ദ ക്രൈംസ് എന്ന് പറയുന്നത് എന്താണ്? അതെന്താണ് നമ്മൾ പഠിച്ചതാണ് അല്ലെ. ഫോറൻസിക് സയൻസ് ആണ്. അതിന്റെ ആൻസർ എന്താണ്? ഫോറൻസിക് സയൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈക്വലി ഇമ്പോർട്ടന്റ് റോൾ ഓഫ് ഫോറൻസിക് സയന്റിസ്റ്റ് ആർ. ഫോറൻസിക് സയന്റിസ്റ്റിന്റെ ഒരു ഇമ്പോർട്ടന്റ് റോൾ ആണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. എന്തൊക്കെയായിരിക്കും വരാം? ഓപ്ഷൻ എ, ഇൻട്രോഗേഷൻ. ഓപ്ഷൻ ബി, കൗൺസിലിംഗ്. ഓപ്ഷൻ സി, പണിഷിംഗ്. ഓപ്ഷൻ ഡി, ടു ഇൻവെസ്റ്റിഗേറ്റ്, കളക്ട് ദ എവിഡൻസ്, ടെസ്റ്റിംഗ്, റിപ്പോർട്ടിംഗ് ആൻഡ് ഡിസ്പോസ് ദ എവിഡൻസ് ബിഫോർ ദ കോർട്ട് ഓഫ് ലോ. ഇത് ഏതായിരിക്കും ഒരു ഫോറൻസിക് സയന്റിസ്റ്റിന്റെ ഒരു ഇമ്പോർട്ടന്റ് റോൾ എന്ന് പറയുന്നത്? ഓപ്ഷൻ ഡി ആണ് അല്ലെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. എന്താണ്? ടു ഇൻവെസ്റ്റിഗേറ്റ്, കളക്ട് എവിഡൻസ്, ടെസ്റ്റിംഗ്, റിപ്പോർട്ടിംഗ് ആൻഡ് ഡിപ്പോസ് എവിഡൻസ് ബിഫോർ ദ കോർട്ട് ഓഫ് ലോ. ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോ ഒരു 5 ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞിട്ടുള്ളത്. ഇത് പ്രീവിയസ് ഇയർ ആയിട്ടുള്ള UGC നെറ്റിൽ വന്നിട്ടുള്ള ചെറിയ ക്വസ്റ്റ്യൻസ് ആണ്. ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇവിടുന്ന് നമുക്ക് PSC ഇതിൽ പ്രതീക്ഷിക്കാം. കാരണം ഇപ്പൊ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടാണല്ലോ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ നമ്മൾ ഇതിൽ പറയുന്ന ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. കാരണം എന്താണ് ഓരോന്നും എന്താണെന്നുള്ളത് നമ്മളവിടെ മനസ്സിലാക്കി വെക്കണം. എന്തൊക്കെ ഓരോന്നും എന്താണ് പറയുന്നത്. ഇപ്പൊ ക്രോസ് എക്സാമിനേഷനിൽ, റീ എക്സാമിനേഷൻ, അതിലൊക്കെ എന്തൊക്കെയാണ് വരുന്നത്, ഹൈക്കോർട്ടിന്റെ ജൂറിസ്ട്രിക്ഷൻ എന്താണ്, സുപ്രീം കോർട്ടിന്റെ ജൂറിസ്ട്രിക്ഷൻ എന്താണ്, അതൊക്കെ ഒന്ന് ജസ്റ്റ് എല്ലാം നമ്മൾ മനസ്സിലാക്കി വെക്കാം. CRPCയുടെ സെക്ഷനും ഇന്ത്യൻ എവിഡൻസ് ആക്ടിന്റെ സെക്ഷനും ഒക്കെ ഓർത്ത് വെക്കാം. എന്താണ് അത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. താങ്ക് യു.